الصلاة وأتم التسليم على سيدنا ونبينا محمد وآله وصحابته والتابعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ينفعنا وألحقنا بعبادك الصالحين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم افتح علينا بالحق وأنت خير الفاتحين. وبعد، قال رضي الله عنه: بسم الله الرحمن الرحيم. ബാബു ആദാബിൽ വുളു, വുളുവിൻ്റെ അദബുകൾ പറയുന്ന ബാബ്. ഈ അദബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർളും സുന്നത്തൊക്കെ അതിൽ പെട്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുമ്പത്തെ റസീല്. അദബ് എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ സുന്നത്തുകൾ മാത്രമായിട്ടാണ് തോന്നാം, പക്ഷെ അദബ് എന്ന് പറഞ്ഞാൽ ഫർളും അതിനെ പാലിക്കേണ്ട കാര്യങ്ങൾ, ആ നിർബന്ധമായിട്ട് പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്, സുന്നത്തായ കാര്യങ്ങളുണ്ട്. അദബ് ഒരു കോമൺ ആയ വേർഡാണ്. ഫഇദാ ഫറഗ്ത മിനൽ ഇസ്തിൻജാഇ, ഇസ്തിൻജാഇന്ന് ഒഴിവായി കഴിഞ്ഞാൽ, ഇസ്തിൻജാ എന്താ? ശുദ്ധിയാക്കുക. നമ്മൾ മുമ്പത്തെ റസി എടുത്തല്ലോ. ഫലാ തത്രുകി സിവാക, പല്ല് എന്ത് ചെയ്യുന്നത്? മിസ്വാക്ക് ചെയ്യൽ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് എന്തുകൊണ്ടും ഒരമുള്ള എന്തുകൊണ്ടും തേക്കൽ സുന്നത്ത് കിട്ടും. അതിൽ അഫ്ളൽ സിവാക്കിൻ്റെ മിസ്വാക്ക് കൊണ്ടാണ്. അപ്പോൾ നമ്മളെ ബ്രഷ് ഉണ്ടല്ലോ, അതുകൊണ്ട് തേച്ചാൽ കിട്ടും. എന്താ കിട്ടുക? വിരലുകൊണ്ട് തേച്ചാൽ കിട്ടൂല. അത് ഒരാളാണെങ്കിലും സ്വന്തം വിരലാണെങ്കിലും, മനസ്സിലായ? അതാണ് മദ്ഹബ്. പക്ഷേ വേറെ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് കിട്ടും എന്നുള്ളതും. ഒന്നും കയ്യിലില്ലെങ്കിൽ ആ കിട്ടും എന്നുള്ള അഭിപ്രായം വെച്ചിട്ട്, അതായത് അള്ളാഹിൻ്റെ മുന്നിൽ ഒരു പ്രതീക്ഷ കിട്ടും എന്നല്ല, അതന്നെ. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ അഭിപ്രായം വെച്ച് ഞാൻ ചെയ്യുന്നു എന്നൊക്കെ, മനസ്സിലായ? ഫലാ തത്രുകി സിവാക് ഫഇന്നഹു മത്ഹറത്തുൻ ലിൽഫമി വമർദാത്തുൻ ലിർറബ്ബി വമസ്ഖതത്തുൻ ലിശ്ശൈത്താൻ. അത് ഹദീസിൻ്റെ ഒരു വാക്കുകൾ ഇവിടെ ഈ കിതാബായാലും ബാക്കിയുള്ള കിതാബായാലും ഗസാലി ഇമാം റഹിമഹുല്ലാഹു തആല റളിയല്ലാഹു അൻഹു ഒരു കുറേ ഭാഗത്ത് ഹദീസിൻ്റെ പ്രയോഗങ്ങളാണ് പ്രയോഗിക്കുന്നത്. കിതാബ് എളുപ്പത്തിൽ പറഞ്ഞു തരാണ്. കുറേ ഹദീസിൻ്റെ പ്രയോഗങ്ങളല്ല ഏറ്റവും ഉയർന്ന പ്രയോഗങ്ങൾ. അതുകൊണ്ട് തുടക്ക ഭാഗത്തും കുറേ ഹദീസിൻ്റെ പ്രയോഗമുണ്ട്. ഇതും ഹദീസാണ്. സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി മർദാത്തുൽ ലിർറബ്ബി എന്നുള്ളത് ഹദീസിൻ്റെ സഹീഹായ ഹദീസിൻ്റെ വാക്കുകളാണ്. കാരണം ഇത് നമ്മൾക്ക് വ്യക്തമാവുന്നത് എവിടെയാണ്? ഗസാലി ഇമാം റഹിമഹുല്ലാഹു തആല റളിയല്ലാഹു അൻഹു ഓരോ അയ്യുഹൽ വലത് എടുത്തു നോക്കുമ്പോൾ, അയ്യുഹൽ വലത് ഫാരിസി ഭാഷയിൽ എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ്. അയ്യുഹൽ വലത് എടുത്തു നോക്കുമ്പോൾ കാണാം ഒരു ശിഷ്യൻ പഠിച്ച് ഇറങ്ങി പ്രായം എത്തിയപ്പോൾ ആ ശിഷ്യൻ അയച്ചു: ഉസ്താദെ, പ്രായത്തി എനിക്ക് കുറേ കിതാബുകൾ ഓതാനും മുത്താലഅത്ത് ചെയ്യാനും അങ്ങനെയല്ല, ഇപ്പോൾ അതുകൊണ്ട് എടുക്കാനുള്ളൊരു കേൾപ്പില്ല, താക്കത്തില്ല. അപ്പോൾ ഉസ്താദ് എന്തേലും ഞാൻ ഈ പ്രായം മുതൽ മരണം വരെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഏതാനും നസീഹത്ത് തന്നാൽ ഖൈറായിരുന്നു. ഞാനിതൊക്കെ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് ഇഹ്യാഉലുലൂമുദ്ദീനും മറ്റേതൊക്കെ ഓതിയിട്ടുണ്ട്, പക്ഷെ കൊണ്ട് നടക്കാൻ പറ്റും, കാരണം പ്രായം ഇത്ര എത്തി. അപ്പോൾ എന്തേലും തായോ എന്ന് പറഞ്ഞിട്ട് കത്തെഴുതി. അതായത് ഒരു 2-3 പേജ്, ഒരു 2 ഏടോ അല്ലെങ്കിൽ ഏതാനും ഏടുകളിൽ നസീഹത്ത് എഴുതി തരാം, ഞാൻ പണിയെടുക്കേണ്ടത് എന്താണെന്നുള്ളത്. അതും അതിനൊപ്പം വേറെ ചോദ്യങ്ങളും കൂടി ചേർത്തിട്ട് ആർക്ക് അയച്ചു കൊടുത്ത്? ഗസാലി ഇമാമിന് റഹിമഹുല്ലാഹ്. അതിൻ്റെ ഉത്തരമായിട്ട് അയ്യുഹൽ വലത് എന്നറിഞ്ഞ ഗ്രന്ഥം വരുന്നത്. അതായത് ഒരു പറഞ്ഞത് എൻ്റെ പോക്കറ്റിലിട്ട തലേൻ്റെ താഴെ വെച്ചിട്ട്, അതായത് എപ്പോഴും ഇങ്ങനെ എനിക്ക് നോക്കാൻ പറ്റുന്ന ഒരു ചെറിയ ലഘു 2-3 പേജുള്ള ചെറിയ ഗ്രന്ഥമോ അല്ലെങ്കിൽ ഒരു കത്ത്, അതാണ് അയ്യുഹൽ വലത്. അതിൽ തുടക്കത്തിൽ തന്നെ പറയുന്നു മകനെ എന്നല്ല ശരിക്കും അവിടെ പ്രയോഗം, ഫാരിസി പ്രയോഗത്തിൽ പറഞ്ഞത് വലത് എന്നുള്ളതല്ല, മോനെ എന്നല്ല, ഏറ്റവും പ്രിയപ്പെട്ടവനെ എന്നുള്ള അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത്. എന്താണ് അവിടെ പറയുന്നത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തീന്ന് തനിക്ക് നസീഹത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ തനിക്ക് എന്താണ് ഉപകാരമുള്ളത്? എല്ലാതും മാദിനും നുബൂവത്തിന്ന് വന്നിട്ടുള്ളത് തന്നെ. എല്ലാ കാര്യം നുബൂവത്തിൻ്റെ വാക്കുകളിൽ നിന്ന്, അതായത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വന്നിട്ടുള്ളതല്ലേ. അത് തനിക്ക് തിരിഞ്ഞില്ല എന്നാണ് പിന്നെ എന്ത് കിതാബ് എന്ത് ഇത് ഓതിയിട്ട് എന്താ കാര്യം? അതായത് ഇതൊക്കെ അതിൽ നിന്ന് എടുക്കുന്നതാണ്. അതിൽ ഉയർന്ന പ്രയോഗം ഏതായിരിക്കും? ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുള്ള പ്രയോഗം. അപ്പോൾ ചില സമയത്ത് എളുപ്പമാവാനും മനസ്സിലാവാനും വേണ്ടി പ്രയോഗം മാറ്റേണ്ടി വരും. പക്ഷേ ആ പ്രയോഗം മനസ്സിലാക്കപ്പെടുന്ന പ്രയോഗമാണെങ്കിൽ അതുതന്നെ മതിയല്ലോ. മനസ്സിലായ? അപ്പോൾ ഇവിടെ കുറേ ഭാഗത്ത് നമ്മൾ ശരിക്കും നോക്കണമെങ്കിൽ ഓരോ വരി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഹദീസ് ഇതാണ് അത് ഇതാണെന്ന് പറഞ്ഞിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇതിന് ഷർഹകളുണ്ട്. 4 ഊളിയത്തിയുള്ള ഷർഹുണ്ട്, 5 ഊളിയത്തിയുള്ള ഷർഹുണ്ട്. ഒരു ബിദായത്തുൽ ഹിദായക്ക് 4 ഊളിയത്തിയുള്ള ഷർഹുണ്ട്. ഇതിന് 3 ഊളിയത്തിലുള്ള സബീൽ അഹ്ലുൽ ഇനായ എന്ന് പറഞ്ഞൊരു ഷർഹുണ്ട്. 4 ഊളിയത്തിയുള്ള ഫഹാത്തുൽ ഇനായ എന്ന് പറഞ്ഞ വേറൊരു ഷർഹുണ്ട്. അത്രയും വലിയ ഷർഹ് എന്തിനാ? 1 ഊളിയത്തിയുള്ള ഷർഹുണ്ട്. കിതാബ് ഇത്രയേ ഉള്ളൂ. കാരണം ഇത് ഇന്ന ഹദീസാണെന്ന് അറിയുമ്പോഴത്തേനും അതായത് ഓരോ വേർഡിനും അതിൻ്റെ അടിസ്ഥാനം അത് ഇവിടുന്ന് എടുത്താന്ന് അറിയുമ്പോൾ അപ്പോൾ സ്ഥലം കൂടും. അതിനപ്പോൾ ഇതിൻ്റെ വിശദീകരണം കൂടി വരുമ്പോൾ എന്നിട്ട് പറഞ്ഞു ഫഇന്നഹു മതഹറത്തുൽ ലിൽ ഫമി, സിവാക്ക് വായു ശുദ്ധീകരണത്തിനുള്ളതാണ്. വായു ശുദ്ധിയാവും. മർദാത്തുൽ ലിറബ്ബി, ഇത് ഹദീസിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കുകളാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കിൻ്റെ പ്രത്യേകത എന്താണ്? ഏത് കാലത്ത് ജവാമിഉൽ കലീമുള്ളതാണ്. അതായത് ഏറ്റവും ഉയർന്ന വാക്കുകളാണ്, ഏറ്റവും എളുപ്പത്തിൽ ആൾക്കാർക്ക് തിരിയാവുന്ന വാക്കുകളാണ്. ശരിയാണ്, ചില വാക്കുകൾ പ്രയോഗങ്ങൾ ഉപയോഗമില്ലാതെയോ അല്ലെങ്കിൽ പ്രത്യേകമായി ഉയർന്ന രീതിക്കുള്ള പ്രയോഗങ്ങളുണ്ട്. അത് ചിലപ്പോൾ തിരിഞ്ഞില്ല. പക്ഷെ കുറേയൊക്കെ ഹദീസുകൾ എളുപ്പത്തിൽ തിരിയുന്ന ഇങ്ങനത്തെ ഹദീസുകൾ, അതായത് ഫളായിലിൽ വരുന്ന കൂടുതൽ ഹദീസുകളും വ്യക്തമായ ഹദീസുകളാണ്. ലാ തഗ്ളം, ദേഷ്യം പിടിക്കരുത്. നിയമങ്ങളിൽ വരുന്ന ഹദീസുകളാണ് കൂടുതലും എന്താവാറ്? കടുപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ കുറേ അർത്ഥങ്ങൾ വരാം. ഇത് പുറകിൽ കുറേ അർത്ഥങ്ങളുണ്ടെങ്കിലും പൊതു അർത്ഥം ആൾക്കാർക്ക് തിരിയുന്നതായിരിക്കും. പക്ഷെ ഉലമാക്കൾക്ക് അതിന് കൂടുതൽ നിയമങ്ങൾ എടുക്കാൻ പറ്റിയിരിക്കും. അത് ഉലമാക്കളെ നിയമങ്ങൾ എടുക്കലും ഇതൊക്കെ ഉലമാക്കളിന് ഇട്ടുകൊടുക്കുക. പക്ഷേ പൊതുവാക്കിന്ന് അറബി അറിയുന്ന ഒരാൾക്ക് തിരിയാവുന്ന രൂപത്തിൽ ഒരു പൊതു അർത്ഥം അതിൽ എടുക്കുന്നുണ്ട്. മനസ്സിലായ? വമർദാത്തുൽ റബ്ബി, അള്ളാഹുവിന് തൃപ്തിയുള്ളതാണ്. വമസ്ഖതത്തുൽ ഷൈത്താൻ ഇഷ്ടമില്ലാത്തതാണ്, ദേഷ്യം പിടിക്കുന്നതാണ്. വസലാത്തും ബിസിവാക്കിൻ അഫ്ളലു മിൻ 70 സലാത്തൻ ബിഗൈരി സിവാക്കിൻ. ഇവിടെ ഉദ്ദേശം അഫ്ളലാണ്. ഇതൊരു ഹദീസാണ്. ഇവിടെ ഉദ്ദേശം നിസ്കാരം, സിവാക്ക് കൊണ്ടുള്ള നിസ്കാരത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നുള്ള അർത്ഥമാണ്. മനസ്സിലായ? കൂടുതൽ പ്രാധാന്യമുള്ള അർത്ഥമാണ്. പക്ഷേ ഇത് കമ്പാരിസണിലിടില്ല. ഏതുപോലെ നിസ്കാരം ജമാഅത്തിയുള്ള നിസ്കാരം 27 ഇരട്ടിയാണ്, സിവാക്കുള്ള നിസ്കാരം 70 ആണെന്ന് പറഞ്ഞിട്ട് കമ്പാരിസണിലിടില്ല. മനസ്സിലായ? പിന്നെ എങ്ങനെ ഉണ്ടാവുക? അവിടെ പറയും നമ്മൾ മിസ്വാക്കോടുള്ള നിസ്കാരം കൂടുതൽ പ്രതിഫലമുള്ള നിസ്കാരമാണ്. കാരണം സുന്നത്തെടുക്കും തോറും പ്രതിഫലം കൂടുമല്ലോ. പക്ഷേ ജമാഅത്ത് ദറജത്താണ് പറഞ്ഞത്. ഓരോ ദറജത്തും അള്ളാഹു ഉയർത്തുന്ന അത്ര ഉണ്ടാവുമല്ലോ. ഒരാൾ പറയാണ് എന്താണ്, ജമാഅത്തിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മിസ്വാക്ക് എടുക്കാൻ സമയം ഉണ്ടാവില്ല, വീട്ടിൽ നിസ്കരിച്ച് കഴിഞ്ഞാൽ മിസ്വാക്ക് എടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ജമാഅത്തിന് പോകാൻ പറയാം. മനസ്സിലായ? അവിടെ 27 ഇവിടെ 70 എന്ന് പറഞ്ഞിട്ട് കമ്പാരിസൺ ഒക്കില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കുകയാണ്. ഇബ്നുൽ മുലഖി റഹിമഹുല്ലാഹു തആല വലിയൊരു മഹാനോരാണ്. നമ്മളെ മദ്ഹബിലത്തെ ഷാഫി മദ്ഹബിലത്തെ ഒരു വലിയ പണ്ഡിതനാണ്.
ഒരു 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 കിതാബിൽ ഒരു പറയേണ്ടത് എന്ത്, സുന്നത്തുകളിൽ ഇത്രയും ശക്തമായ, ഇത്രയും ആവർത്തിക്കപ്പെട്ട, ഇത്രയും കൂടുതൽ തെളിവുകളുള്ള, വ്യക്തമായ, കൂടുതൽ പ്രതിഫലങ്ങൾ സ്ഥിരപ്പെട്ട സുന്നത്ത് സിവാക്കിനെ കാട്ടി വേറൊന്നുമില്ല എന്നാണ്. ആ, നിസ്കാരത്തിനും ബാക്കിയുള്ള കാര്യത്തിനും നമ്മൾ ഉസ്താമാരെ ചില സാലിഹ്യങ്ങളുണ്ട്, അവരൊക്കെ 12 മിസ്വാക്ക് ഉണ്ടായിരുന്നെന്ന ഒരു സമയത്ത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്താൻ മറപ്പിക്കും എന്ന് പറഞ്ഞിട്ട് പള്ളിയിലൊരു മിസ്വാക്കൊക്കെ, അവരെ ബാത്റൂമിലൊരു മിസ്വാക്ക്, ഉള്ളു കൊടുക്കുന്ന സ്ഥലത്തൊരു മിസ്വാക്ക്, ഇരിക്കുന്ന സ്ഥലത്തൊരു മിസ്വാക്ക്, ഭക്ഷണം കഴിക്കുന്ന ടേബിളിൽ വേറെ മിസ്വാക്ക്, കിടക്കണോടത്തൊരു മിസ്വാക്ക്. അതായത് മറപ്പിച്ചാൽ, ശൈത്താൻ മറപ്പിച്ചില്ല സാധനം അവിടെ ഉണ്ട്. ശൈത്താനിന് ഇഷ്ടമല്ല എന്നുള്ള മസ്ഹത്തുൽ ഷെയ്ത്താൻ മനസ്സിലായത് കൊണ്ടുള്ള എന്താണ് വർക്കാണത്, മനസ്സിലായില്ല? അതായത് മസ്ഹത്തുൽ ഷെയ്ത്താനാണ് എന്ന ഹദീസിൽ വന്നത് ശരിയായി ഉൾക്കൊണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എന്ത്, ആ പ്രവൃത്തി. അപ്പോൾ ഇവിടെ മിസ്വാക്ക് കൊണ്ടാണ് ശരിക്കും തുടങ്ങിയത്. എന്താണ് വുളൂഇൻ്റെത്. ശരിക്കും മിസ്വാക്ക് വരുന്നത് കൈ കഴുകിയതിന് ശേഷം ആണ് മിസ്വാക്കിൻ്റെ സ്ഥലം. ഇത് ഖസാലി ഇമാമിൻ്റെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം മിസ്വാക്ക് കൊണ്ടാണ് തുടങ്ങുക എന്നുള്ള അഭിപ്രായം വെച്ചിട്ടാണ് ഇതിൽ വരുന്നത്. പക്ഷേ നമ്മളെ മദഹബിൽ മുഅ്തമദായ, അതായത് ശാഫി മദഹബിൽ നമ്മളൊക്കെ പ്രവർത്തിക്കേണ്ട രൂപം എങ്ങനെയാണ്, മിസ്വാക്ക് എപ്പോഴാണ് വരുന്നത്, മുങ്ക് കഴുകി വായ കുപ്പിളിക്കണതിൻ്റെ മുമ്പായി പല്ല് തേക്കാം, അതാണ് അതിൻ്റെ സ്ഥലം. സുമ്മജ്ലിസ് ലിൽ വുളൂഇ മുസ്തഖ്ബിലൽ ഖിബ്ലതി, വുളൂഇന് വേണ്ടി ഇരിക്കാം. അപ്പോൾ ഇരിക്കലൊരു സുന്നത്താണ്. മുസ്തഖ്ബിലൽ ഖിബ്ലതി, ഖിബ്ലനെ മുന്നിടൽ വേറൊരു സുന്നത്താണ്. അലാ മൗദിഇൻ മുർതഫിഇൻ, ഉയർന്ന ഒരു സ്ഥലത്തിരിക്കുക, അത് വേറൊരു സുന്നത്താണ്. കൈലാ യുസീബക റഷാഷ്, തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ തെറിക്കാത്ത രൂപത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു സുന്നത്താണ്. വഖുൽ, എന്നിട്ട് പറയുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീനി വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. ഇത് മുനാസിബുൽ ലിൽ ഹാല, ദുആ രണ്ട് രൂപത്തിലാണ്. ഒന്ന് വാരിദായ ദുആ, അതാണ് ഏറ്റവും അഫ്ളലായ ദുആ. വാരിദായ ദുആ എന്ന് പറയുമ്പോൾ ഹദീസിൽ വന്നിട്ടുള്ള, അതായത് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള വ്യക്തമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ഏതുപോലെ ബാത്റൂമിൽ കയറുമ്പോൾ പറയണം, എന്ത്, ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. അല്ലെങ്കിൽ ഈ കിതാബിലുള്ളത് അഊദു ബില്ലാഹി റിജ്സിൻ നജിസിൽ ഖബീസിൽ മുഖ്ബിസി ശൈത്താനിർ റജീം. ഉറങ്ങുമ്പോൾ. അപ്പോൾ ഇതൊക്കെ വാരിദായതാണ്. എങ്കിലെന്തൊരു പ്രശ്നമുണ്ടാ, അത് മുന്തിക്കണം. പിന്നെ മുനാസിബുല്ലിൽ ഹാലുണ്ട്, അവസ്ഥകൾ അനുസരിച്ചിട്ട് വരുന്ന ദുആ, അവസ്ഥകൾ അതിനൊരു പ്രാധാന്യമുണ്ട്. അവസ്ഥകൾ അനുസരിച്ച് വരുന്ന ദുആനൊരു പ്രാധാന്യമുണ്ട്. എന്താ ഫിഖിൻ്റെ കിതാബുകളിൽ അത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ദുആ ചെയ്യുക. ഇപ്പോൾ അള്ളാഹു ഈ ഖൈറ് തന്നതുപോലെ അള്ളാഹു ആഖിറത്തിലും ഖൈറ് തരണേ, മുനാസിബുല്ലിൽ ഹാലാണ്. അതായത് എല്ലാ ദുനിയാവിലുള്ള എല്ലാ നിഅമത്തും എല്ലാ രൂപങ്ങളും എല്ലാ കാര്യവും അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഉപയോഗിക്കുക. നമ്മൾ പള്ളിയിൽ വന്ന് നിസ്കരിച്ചതിന് ശേഷം മുനാസിബുല്ലിൽ ഹാല് രൂപത്തിൽ നോക്കാം. അൽഹംദുലില്ലാഹി അലാ നിഅമത്തിൽ ഇസ്ലാം, അൽഹംദുലില്ലാഹി അലാ നിഅമത്തിൽ സ്വലാഹ്. അല്ലെങ്കിൽ എന്താണ് അത്തർ പറട്ടുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദി തയ്യിബിൽ മുതയ്യബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അത്രയും സുഗന്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ വാരിദാണോ?
മുനാസിബുൽ ലിൽ ഹാലാണ്. വാരിദായ കോമൺ അർത്ഥം അവിടെ ഇരിക്കേണ്ടത് യാ അയ്യുഹല്ലദീന ആമനൂ ദിക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. പിന്നെ സലാത്ത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഞാൻ ഇത് പറഞ്ഞത് ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ ബിസ്മില്ലാഹ് കൊണ്ട് വുളു തുടങ്ങണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ വന്നിട്ടുണ്ട് ബിസ്മി കൊണ്ട് വുളു തുടങ്ങണം. ആ ഹദീസിൽ അൽഹംദുലില്ലാ എന്നുണ്ട്. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് ഇത് വാരിദായതാണ്. പിന്നെ അഊദും വാരിദായതാണ് എന്ന് പറയാൻ പറ്റും, വാക്കുകൾ കൊണ്ടല്ല, അർത്ഥം കൊണ്ട്. തഊദ് കാരണം ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് വസ്വാസ് ചെയ്യുന്ന ശൈത്താൻ വുളു എടുക്കുന്ന സമയത്ത്, ശുദ്ധീകരിക്കുന്ന സമയത്ത് ശൈത്താൻ വൽഹാൻ എന്ന് പറഞ്ഞ ശൈത്താൻ വരും. അപ്പോൾ തഊദ് ചെയ്യണം ശൈത്താൻ്റെ ഇതിൽ നിന്ന്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലെങ്കിൽ ഗസാലി ഇമാം പറഞ്ഞ പോലെ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുർ. അപ്പോൾ ഇവിടെ ഒന്നോലെ മുനാസിബുൽ ലിൽ ഹാൽ എന്നറിയാം. അതിനെക്കാട്ടിയും ഔല ഇത് വാരിദാണെന്ന് പറയല തന്നെയാണ്. വാരിദായതും ആ വാരിദായതിൻ്റെ വാക്കുകളും വാരിദായതാണ്. ഖുർആനിൽ സൂറത്തുൽ മുഅ്മിൻ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. മനസ്സിലായോ? അപ്പം ഇത് വാരിദായതാണോ ചോദിച്ചത്, വാരിദായത് തന്നെ പറയാം. തബരി ഇമാം റഹിമ നമ്മളെ എന്താ ഇമ്മത്ത് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്ത് തഅവൂദ് മുന്തിക്കലും ബിസ്മിൻ്റെ മുമ്പ് ഒരു തഅവൂദ് ഇതുണ്ട്. അപ്പോൾ ഒന്നോലെ ആ തഅവൂദ് എടുക്കണമെങ്കിൽ അത് വാരിദായിട്ടും ഇത് എന്താ ചെയ്യുക, ഇത് എന്താണ് മുനാസിബുൽ ലിൽ ഹാലായിട്ട്. പക്ഷെ അത് രണ്ടും കൂടി ജമ ചെയ്യണോ, അല്ലാഹു അലം, രണ്ടും കൂടി ജമ ചെയ്യേണ്ടതെന്നാണ്. കാരണം ഒരു തഅവൂദല്ലേ വേണ്ടുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീനി വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. അവിടെ ഒരു ഹംദുലില്ലാ അവിടെ നല്ലതാണ്, നല്ലതല്ല, വാരിദാണ്. അവിടെ ഒരു അൽഹംദുലില്ലാ എന്താണ്, ബിസ്മി കഴിഞ്ഞതിൻ്റെ ശേഷം ബിസ്മില്ലാ വൽഹംദുലില്ലാ എന്നല്ലേ അബൂ ഹുറൈറ റളിയല്ലാഹു ഹദീസിൽ വന്നത്. അപ്പോൾ നമ്മൾ പറയുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീനി വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ അൽഹംദുലില്ലാഹ്. അത് മുനാസിബുൽ ലിൽ ഹാലായിട്ട് അത് എന്താണ് പറയുക, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ എന്ന് പറയും മുനാസിബുൽ ലിൽ ഹാലായിട്ട്. മറ്റേ പണ്ഡിതന്മാർ പറഞ്ഞ് ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി അലൽ ഇസ്ലാമി വ നിഅമതിഹി. അപ്പോൾ ചുരുക്കം പറഞ്ഞത് വാരിദായതും വാരിദല്ലാത്തതും കൂടി ശേഖരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ അൽഹംദുലില്ലാഹി അലൽ ഇസ്ലാമി വ നിഅമതിഹി അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. അപ്പോൾ മുനാസിബുൽ ലിൽ ഹാലും വാരിദും കൂടിയായി. ബിസ്മില്ല വാരിദാണ് കുറേ ഭാഗത്ത് കൂടി. ഖാസായ വാരിദാണ്, ആമായ വാരിദുമാണ്. ഖാസായ ഹദീസ് വുളൂഇന് പ്രത്യേകമായി വന്നിട്ടുണ്ട്. അത് വുളൂ അല്ല, കോമൺ ആയിട്ടും വന്നിട്ടുണ്ട്. എല്ലാ ഓരോ കുല്ലു അംരി ദീബാലില്ലാ യുബ്ദഉ ഫീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹിയും കോമൺ ആയിട്ടും വന്നിട്ടുണ്ട്. എന്തായിട്ട് വുളൂഇന് സ്പെഷ്യലായിട്ടും വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പിന്നെ റബ്ബി അഊദു ബിക്കയോ അതൊന്നുമല്ല മുനാസിബുൽ ലിൽ ഹാൽ. അല്ലെങ്കിൽ ഈ മറ്റേ ദഈഫായ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ വൽഹാൻ എന്ന് ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു ഹദീസിൻ്റെ അമൽ ചെയ്യുന്നു എന്നുള്ള രൂപത്തിൽ അപ്പോൾ വാരിദായിട്ട് വരും. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ, ഇപ്പോൾ ഒരു അഊദും കൂടി ചേർക്കണോ, രണ്ടും കൂടി ചേർക്കണം എന്നില്ല ശരിക്കും പറഞ്ഞാൽ.
അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി അഊദു ബിക മിൻ ഹമസാതിശ് ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ അൽഹംദുലില്ലാഹി അലൽ ഇസ്ലാമി വ നിഅമതിഹി അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. അപ്പോൾ ഒന്നുകൂടിയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി അഊദു ബിക മിൻ ഹമസാതിശ് ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ അൽഹംദുലില്ലാഹി അലൽ ഇസ്ലാമി വ നിഅമതിഹി അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. അതിലെന്തെങ്കിലും ഇപ്പോൾ പ്രശ്നമുണ്ടോ? അപ്പോൾ വാരിദല്ലാത്തൊക്കെ. അപ്പോൾ ഇങ്ങനെ ഉളു എടുക്കുമ്പോൾ തുടങ്ങണം. റെക്കോർഡുണ്ട്. റെക്കോർഡുണ്ട്, അയച്ചുതരാം ഇൻഷാ അല്ലാഹ്. ثم اغسل يديك ثلاثا قبل أن تدخلهما الإناء. പാത്രത്തിൽ അതായത് കൈ കഴുകണതിൻ്റെ മുമ്പ് പുറത്തുനിന്ന് കൈ കഴുകാം. അതായത് കോരാൻ വേണ്ടി കൈ ഇടൂല്ലേ, അതിൻ്റെ മുമ്പ് കപ്പെടുത്തിട്ട് പുറത്തുനിന്ന് കൈ കഴുകാം. ഇതെപ്പോഴാണ് സുന്നത്താവുക? അതായത് കൈ ശുദ്ധിയാണോ ശുദ്ധിയല്ലേന്ന് ഉണ്ടാവുമ്പോൾ, അതായത് നമ്മൾ പുറത്തുനിന്ന് വന്ന് ഉറപ്പില്ല, നജസാന്ന് ഉറപ്പില്ല, കാണണമൊന്നുമില്ല, ഒന്നും ഉറപ്പില്ല, എന്നാലും നജസാ അങ്ങനെ ഇതില്ല. അപ്പോൾ എന്തായി? സുന്നത്തായി എന്ത്? കാണണിലൊന്നുമില്ല എന്നുണ്ടെങ്കിൽ സുന്നത്തായി പുറത്തുനിന്ന് കൈ കഴുകൽ 3 വട്ടം. കൈ ഇടണേൻ്റെ മുമ്പ് കേട്ടോ, കൈ ഇട്ടിട്ട് കൈ ഇങ്ങ് കഴുകണ്ടേ, അതിൻ്റെ മുമ്പ് പുറത്തുനിന്ന് കഴുകൽ സുന്നത്താണ്. ഇനി പൈപ്പിൽ അത് വരില്ല, പൈപ്പിൽ ആദ്യം തന്നെ. ഇനി നജസ് ഉണ്ടെങ്കിൽ എന്താണ് പറയുക, നജസ് ഉണ്ടെങ്കിൽ, കാണുന്ന രൂപത്തിലുണ്ടെങ്കിൽ നിർബന്ധമായി ഇടാൻ പാടില്ല. നജസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കൈയിടൽ കറാഹത്താണ്. നജസ് ഉണ്ടാവില്ല, തീരെ ഉണ്ടാവില്ല, ഉറപ്പാണ്. കാരണം ഇപ്പം കൈ കഴുകിയിട്ട് വന്നിട്ടുള്ളൂ, ഇപ്പോൾ ഇത് വരുന്നില്ല. മനസ്സിലായ? ഇത് എന്തിൻ്റെ മുമ്പ്? പാത്രത്തിൽ ഇടണതിൻ്റെ മുമ്പ്. എന്നിട്ട് എടുത്തിട്ട് കൈ കഴുകുക. മനസ്സിലായ? വഖുൽ اللهم إني أسألك اليمن والبركة وأعوذ بك من الشؤم والهلكة. ഈ ഹദീസ് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു യുംന വൽ ബറക്ക, ബറക്കത്തിനും ഖൈറിനും നല്ലതിന് വേണ്ടി ചോദിക്കുന്നു. വഅഊദു ബിക മിന ശുഅ്മി വൽ ഹലക, നശിക്കണമെന്നും അതുപോലെ തന്നെ നാശത്തിൽ നിന്നൊക്കെ അള്ളാഹുവെ ഒഴിവാക്കി തരണേ. ഇവിടെ ഈ ദിക്ർ ഇതിനെ പറയുക എന്താണ്? അള്ളാഹിൻ്റെ ദിക്ർ എന്നറിയും. ഇതിനെക്കുറിച്ച് നവവി റഹിമഹുല്ലാഹു തആല റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞ് ലാ അസ്ല ലഹു, അതിനൊരു അടിസ്ഥാനമില്ല. അതിനർത്ഥം ഈ ഹദീസ് കൊണ്ട്, ഈ ദിക്ർ കൊണ്ട് അമൽ ചെയ്യൂല. പക്ഷേ ചില പണ്ഡിതന്മാർ പറയും, ഗസാലി ഇമാമൊക്കെ അഭിപ്രായക്കാരാണ്, എന്ത് ഈ ഹദീസ് അമൽ ചെയ്യും. ഒരു പറഞ്ഞ് ഈ ഹദീസ് സ്ഥിരപ്പെടാത്തൊരു ഹദീസാണ്. മനസ്സിലായ? അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മദ്ഹബിലും എന്താണ് നമ്മളൊക്കെ എടുക്കുന്നത് എന്താണ്? ഈ ഹദീസ് കൊണ്ട് ഇത് മുനാസിബുല്ലിൽ ഹാല എന്നുള്ള രീതിക്ക് അമൽ ചെയ്യണോണ്ട് കുഴപ്പമില്ല. അതേസമയത്ത് വാരിദ എന്നുള്ള രീതിക്ക് അമൽ ചെയ്യണോ നവവി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞില്ല. മനസ്സിലായ? ഗസാലി ഇമാം റഹിമഹുല്ലാഹിൻ്റെ അഭിപ്രായമാണ് അമൽ ചെയ്യും എന്നുള്ളത്. അത് ഓരോ മാത്രം അഭിപ്രായമല്ല. ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ ഹദീസിൻ്റെ ബേസ് വെച്ചിട്ട്. പക്ഷേ ഇത് കൂടാതെ വേറൊരു ഹദീസുണ്ട്. ഇത് വുളൂഇൻ്റെ ദുആ എന്നാണ്. അത് കൂടാതെ വേറൊരു ഹദീസ് വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. അതായത് ഓരോ അവയവം കഴുകുമ്പോൾ ഉള്ള വിഷയത്തിൽ, ദുആഉൽ അളാ ആയിട്ടല്ല, പൊതുവായിട്ട് കോമൺ ആയിട്ടുള്ളൊരു വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, എന്താണ് പറയുക? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
പറഞ്ഞുതരാം. ثم نوي رفع الحدث أو استباحة الصلاة. അങ്ങനെ പാത്രത്തിൽ കൈയിട്ട് എന്ത് ചെയ്യുക, ബിസ്മിയൊക്കെ ചൊല്ലി ഇതൊക്കെ ചൊല്ലിയതിൻ്റെ ശേഷം പാത്രത്തിൽ കൈയിട്ട് കൈയ്യകിയതിൻ്റെ ശേഷം ഇട്ടിട്ട് അവളിയിൽ കൈയിട്ടിട്ട് കൈയ്യകി നീയത്ത് വെക്കുക. ആ സമയത്ത് നീയത്ത് വെക്കുക. എന്ത് വെക്കുക? നീയത്ത് വെക്കുക. എങ്ങനെ നീയത്ത്? റഫഅൽ ഹദസി, ചെറിയ ശുദ്ധിനെ നീക്കുക എന്നുള്ളത്. ഇതായിരിക്കാം സാധാരണ ഒരു മനുഷ്യന് ചെറിയ ശുദ്ധിനെ നീക്കുക. അതേസമയത്ത് സലസ് എന്ന് പറഞ്ഞാൽ അതായത് നിത്യശുദ്ധിയുള്ള ആൾക്കാരുണ്ട്. അതായത് അസുഖം കൊണ്ടോ മറ്റേത് കൊണ്ടോ നിത്യശുദ്ധിയുള്ള ആൾക്കാർ ആകുമ്പോൾ അവർക്ക് റഫഉൽ ഹദസ് ഇല്ലല്ലോ. കാരണം അവ ഉയരുന്നില്ല. കാരണം ഉയരേണ്ടെങ്കിൽ അത് മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉയർത്താന്ന് പറഞ്ഞാൽ അടുത്ത മുറിവ് വന്നു കഴിഞ്ഞാലും മുറിയുമല്ലോ. അപ്പോൾ അവർക്ക് ഔ ഇസ്തിബാഹത സ്വലാ, നിസ്കാരത്തിന് ഇസ്തിബാഹത്ത് ചെയ്യുക, അതായത് നിസ്കാരത്തിന് അനുവദിക്കുന്ന രൂപത്തിൽ. അതായത് ഈ വുളു എടുക്കാൻ എന്തിനാണ്? നിസ്കരിക്കാൻ വേണ്ടിയിട്ട്, നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള വുളു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇത് കോമൺ ആണ്, ഇതെല്ലാവർക്കും ഉപയോഗിക്കാം. ولا ينبغي أن تعزب نيتك قبل غسل الوجه فلا يصح وضوءك. മുഖം കഴുകുമ്പോൾ നീയത്ത് ഉണ്ടാവണം. അതായത് ആദ്യം ഇത് കൊപ്പിളിക്കുമ്പോഴൊക്കെ നീയത്ത് എന്ത് ചെയ്യരുത്? ആ നീയത്ത് മുഖം കഴുകുമ്പോൾ. കാരണം ആദ്യത്തെ ഫർള് എന്താ? അതായത് വുളു എന്ന് പറയും. ഏതൊരു പ്രവൃത്തി എന്നറിയുമ്പോഴും അതിൻ്റെ ഫർളാണ് മെയിൻ തിങ്. അതിൻ്റെ മുമ്പുള്ള സുന്നത്തും ശേഷമുള്ള സുന്നത്തും ഫർളിനെ തുടർന്നതാണ്, അല്ലേ? അപ്പോൾ തുടങ്ങുമ്പോൾ ഒരു നീയത്ത് വേണം. നീയത്തില്ലെങ്കിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്താണ്. ആദ്യത്തെ ഫർള് എടുക്കുമ്പോഴും നീയത്ത് വേണം. അപ്പോൾ വുളു എടുക്കുമ്പോൾ ഞാൻ വുളു എടുക്കുന്നു എന്നുള്ള നീയത്തോ അല്ലെങ്കിൽ വുളുവിൻ്റെ സുന്നത്ത് എടുക്കുന്നു എന്നുള്ള നീയത്തോ. എന്തിനാ സുന്നത്ത് എടുക്കും? ഫർള് വരുമ്പോൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഫർള് എന്ന് പറയും. വുളു എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും, അവിടെ മുഖം കഴുകുന്ന സമയത്ത് ചിലപ്പോൾ ഓർമ്മ വെക്കൂല. അപ്പോൾ വുളുവിൻ്റെ സുന്നത്ത് എടുക്കുന്നു, മുഖം കഴുകുമ്പോൾ വുളുവിൻ്റെ ഫർള് എടുക്കുന്നു എന്നൊക്കെ. അത് പിന്നെ തുടക്കത്തിലാണ് ആവശ്യം, ഇബാദത്തിൻ്റെ ഏറ്റവും ആദ്യം തുടക്കത്തിൽ. ഇപ്പം ഇതിൻ്റെ തുടക്കമായിട്ട് പരിഗണിക്കുന്നത് ഫർളിൻ്റെ തുടക്കമാണല്ലോ, ഫർള് കൊണ്ടുള്ള തുടക്കം പറഞ്ഞു തരിക. അതുകൊണ്ടാണ് അൻ തഅസുബ വലാ യൻബഗി അൻ തഅസുബ. തഅസുബ എന്ന് പറഞ്ഞാൽ അത് വിട്ടുപോകരുത്, മുഖം കഴുകണ വരെ ഉണ്ടാവണം. അതായത് മുഖം കഴുകണ സമയത്ത് നീയത്ത് ഉണ്ടായിരിക്കണം എന്ന്. ഇല്ലെങ്കിൽ വുളു ശരിയാവില്ല. സുമ്മ ഖുദ് ഗർഫത്തൻ, ഇതിൻ്റെ മുമ്പുള്ള സുന്നത്ത് സിവാക്ക് ചെയ്യുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് കൊപ്പിളിക്കണതിൻ്റെ മുമ്പ് സിവാക്ക് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞല്ലോ മദ്ഹബ്. സുമ്മ ഖുദ് ഗർഫത്തൻ ലിഫിക. ഇതൊരു വലിയ ഇമാമാണ്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു നമ്മളെ മദ്ഹബിൽ തന്നെ ഒരു വലിയ ഇമാമാണ്. ഓർക്ക് അഭിപ്രായങ്ങളുണ്ട്. ചിലത് പണ്ഡിതന്മാർ എന്ത് ചെയ്ത് മദ്ഹബിൻ്റെ ബലപ്പെട്ട അഭിപ്രായം, നമ്മൾ അമൽ ചെയ്യേണ്ട അഭിപ്രായം എന്നുള്ള രൂപത്തിൽ മദ്ഹബിൽ പറഞ്ഞ് നമ്മൾ അതാണ് അമലിക്ക് എടുക്കുക. അതിനർത്ഥം ഇതൊരു പരിഗണിക്കപ്പെടാത്തൊരു അഭിപ്രായം എന്നല്ല, ഇതും പരിഗണിക്കപ്പെട്ട ഒരു വലിയ പണ്ഡിതൻ്റെ അഭിപ്രായമാണ്. മനസ്സിലായ? അപ്പോൾ നമ്മൾ ഇന്നത് അമൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിലുള്ളത് കൊണ്ട് അമൽ ചെയ്യാൻ പറ്റൂല എന്നല്ല അതിനർത്ഥം. നമ്മൾ മദ്ഹബിയിൽ ഏറ്റവും ബലപ്പെട്ടത് എന്ന് പറയുമ്പോൾ അതൊരാളെ വാക്ക് മാത്രമായില്ല. അത് ഒരു എന്താണ് പറയുക, മദ്ഹബ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ടീമാണ്, ഉലമാക്കളുടെ ടീമാണ്. അവർ മുന്തിച്ച മദ്ഹബിൻ്റെ അഭിപ്രായം. അപ്പോൾ അതാണ് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കിതാബ് ഓതുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഇമാം ഇങ്ങനെ പറഞ്ഞു, മദ്ഹബ് ഇങ്ങനെയെന്ന് അറിയുമ്പോൾ ഇത് മദ്ഹബിൻ്റെ എതിരെന്നല്ല. പ്രത്യേകിച്ച് ഗസാലി ഇമാം പോലത്തെ ആളാണെങ്കിൽ, ഗസാലി ഇമാം എന്ന് പറഞ്ഞാൽ ഓരോ കിതാബുകളെ മേലിലാണ് ഷാഫി മദ്ഹബിൻ്റെ മിക്ക കിതാബുകൾ സർക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ മുഅ്തമദ് എന്ന് പറയുന്നത് ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹിൻ്റെ റംലി റഹിമഹുല്ലാഹിൻ്റെ ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ട പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ച സ്ഥിരപ്പെട്ട റിഫൈൻ ചെയ്ത
എന്താണ് പറയുക, പണ്ഡിതന്മാർ 100-1000 കണക്കുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം റിഫൈൻ ചെയ്ത ഗ്രന്ഥങ്ങളാണ്, മെയിൻ ഗ്രന്ഥങ്ങളാണ്. ഇപ്പോഴത്തെ ആൾക്കാർ എടുക്കുന്ന മെയിൻ ഗ്രന്ഥങ്ങളാണ് 3 ഗ്രന്ഥം: തുഹ്ഫ ഇബ്ൻ ഹജർ റഹിമഹുല്ലാഹിൻ്റെ, നിഹായ റംലി റഹിമഹുല്ലാഹിൻ്റെ, മുഗ്നി ഷിർബീനി റഹിമഹുല്ലാ. ഈ 3 ഗ്രന്ഥം റിഫൈൻഡാണ്. അതായത് കുറേ വ്യത്യാസങ്ങളൊക്കെ പരിശോധിച്ച് മെയിൻ നിയമങ്ങളും ഇതൊക്കെ പരിശോധിച്ച് ലാസ്റ്റ് റിഫൈൻഡ് ചെയ്ത് മദ്ഹബ് ഇതാണെന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന രൂപത്തിലുള്ളതാണ് ഈ കിതാബ്. ഈ കിതാബ് ബേസ് ചെയ്യുന്നത് ഇമാം നവവി റഹിമഹുല്ലാഹുവിൻ്റെ മിൻഹാജിൻ്റെ മേലാണ്. മിൻഹാജ് എന്ന് പറയുന്ന ഗ്രന്ഥം ബേസ് ചെയ്യുന്നത് മുഹറർ എന്ന് പറഞ്ഞ റാഫിഈൻ്റെ കിതാബിൻ്റെ മേലാണ്. ഈ മുഹറർ എന്ന് പറഞ്ഞ കിതാബ് ബേസ് ചെയ്യുന്നത് ഖുലാസ എന്ന് പറഞ്ഞ ഗസാലി ഇമാമിൻ്റെ കിതാബിൻ്റെ മേലാണ്. മിൻഹാജിൻ്റെ ഷർഹകൾ. ഈ മിൻഹാജിന് ചുരുക്കിയ ആൾക്കാരുണ്ട്. മൻഹജാക്കി ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റഹിമഹുല്ലാഹു തആല മൻഹജിനെ ചുരുക്കിയ ആൾക്കാരുണ്ട്. നഹജ് നമ്മളെ നഹജ് എന്ന് പറഞ്ഞ നഹ്ജു താലിബ് എന്ന് പറഞ്ഞിട്ട് വേറൊരു കിതാബ് ചുരുക്കി. അപ്പോൾ ഇത് മാത്രമല്ല വേറെ ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പോൾ റാഫിഈ നവവി ഇമാം റഹിമഹുല്ലാഹുവിൻ്റെ എടുക്കപ്പെട്ട ഈ അഭിപ്രായങ്ങൾ റിഫൈൻ ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമാണ് റൗളത്തു താലിബീൻ. റൗളത്തു താലിബീൻ എന്നറിയുന്ന ഗ്രന്ഥം ആരെ? നവവി ഇമാം റഹിമഹുല്ലാഹ്. ഈ റൗളത്തു താലിബീൻ ബേസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അസീസ് ഷർഹുൽ വജീസിൻ്റെ മേലെ. അസീസ് എന്ന് പറഞ്ഞ ആരെ കിതാബ്? റാഫിഈ ഇമാമിൻ്റെ കിതാബ്. ഈ അസീസ് ബേസ് ചെയ്യുന്നത് വജീസിൻ്റെ ഷർഹ. വജീസിന് ഗസാലി ഇമാം റഹിമഹുല്ലാഹിൻ്റെ കിതാബ് വസീത്ത് വജീസ് ഖുലാസ. ഈ 4 കിതാബാണ് ഇപ്പം നമ്മൾ കാണുന്ന ഷാഫി മദ്ഹബിൻ്റെ 1000ഓളം കിതാബുകളെ എന്താണ് ഒരു മെയിൻ സോഴ്സായിട്ട് വരുന്നത്. ഇത് വേറൊരു മെയിൻ സോഴ്സ്, അത് വേറൊരു മെയിൻ സോഴ്സ്. അങ്ങനെ എന്താണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹിൻ്റെ ഗ്രന്ഥങ്ങളിലേക്കും വാക്കുകളിലേക്കും തിരിച്ചെത്തും, മടങ്ങും. അപ്പോൾ ഗസാലി ഇമാം ചെറിയ ആളല്ല. അപ്പോൾ ഇതിലൊരഭിപ്രായമുണ്ട്. ഒരഭിപ്രായം മാനിക്കേണ്ടതും ബഹുമാനിക്കണോ അതിരിക്കുക. ഒരാൾ ഈ അഭിപ്രായം വെച്ച് അമൽ ചെയ്ത് എന്നാണ് തെറ്റാണ് എന്നൊരാൾക്ക് പറയാനില്ല. അയാൾ പറയും ഞാൻ ഇതിലുള്ള അഭിപ്രായം പ്രവർത്തിക്കുന്നു എന്ന് പറയാം. പറഞ്ഞു മദ്ഹബ് അറിയെങ്കിൽ അതിനെ മുന്തിക്കാം. അറിയാത്ത ഒരാൾ ഇതിലുള്ള മുഴുവൻ അമൽ ചെയ്ത് അയാൾ തെറ്റുകാരന് എന്ന് പറയാനില്ല. കാരണം എടുക്കപ്പെട്ട ഒരാളാണ് പറയുന്നത്. വ്യക്തമായ. എന്നിട്ട് പറഞ്ഞ് വെയിലത്തിരിക്കണ്ട, കുറച്ച് ഒതുങ്ങിയിരുന്നു. എന്നിട്ട് സുമ്മ ഖുദ് ഗർഫതൻ ലിഫീക. ഗർഫ ഒരു എന്ത് ചെയ്യുക? ഗർഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു കോരി. ഇതങ്ങനെ വെള്ളം എടുക്കുക. ലിഫീക വായക്ക് വേണ്ടിയിട്ട്. ഒറ്റമത് ബിഹ 3 വട്ടം, സലാസൻ 3 വട്ടം വായൽ കുളിക്കുക. അങ്ങനെ എടുത്ത് കുളിക്കുക. വബാലിഗ് ഫീ റദ്ദിൽ മാഇ ഇലൽ ഗൽസമ. ഇതുവരെ അതുവരെ നക്കാം. വെള്ളം നന്നായിട്ട് കയറ്റുക. ഇല്ല അന്തക്കൂന സായിമൻ. നോമ്പുകാരനാണെങ്കിൽ, സുന്നത്ത് നോമ്പാണെങ്കിൽ, അയാൾക്ക് മടുക്കൽ ആ സുന്നത്തില്ല എന്നുണ്ടെങ്കിൽ അയാൾക്കത് ചെയ്യരുതെന്നാണ്. അപ്പോൾ അയാൾ ഇപ്പോൾ ചെയ്തതിന് ഭാഗമായി ആ വെള്ളം ഇറങ്ങി എന്നുണ്ടെങ്കിൽ നോമ്പ് മുറിയും. അയാൾക്കില്ലാത്തൊരു സുന്നത്തേ ഇല്ലല്ലോ. അയാൾ പിന്നെ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? വഖുൽ, എന്നിട്ട് പറയുക അല്ലാഹുമ്മ. അത് മുനാസബത്തുൽ ഹാലാണ്. അല്ലെങ്കിൽ ഓരോ അഭിപ്രായം വെച്ചിട്ട് എന്താ നമ്മൾ ഒന്നോലെ മുനാസബത്തുൽ ഹാൽ എന്നറിയാം. അപ്പോൾ എടുക്കണവർക്ക് എടുക്കാം, എടുക്കാത്തവർക്ക് എടുക്കേണ്ട. ഒരു സുന്നത്താണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായ? അല്ലെങ്കിൽ ഓരോ അഭിപ്രായം അനുസരിച്ചിട്ട് എന്താണ് വാരിദായ ഹദീഫിൽ വന്നത് എടുത്ത് ആ ഹദീഫിൽ അസ്ല എന്താണ് പറയുക? നവവി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞ് എടുക്കപ്പെടില്ല. അല്ലാഹുമ്മ അന്നി അലാ തിലാവത്തി കിതാബിക വ കസ്റത്തി ദിക്രി ലക. അല്ലാഹുവേ, വായ കൊപ്പിളിക്കുമ്പോൾ വായ നന്നാക്കിയതല്ലേ. അപ്പോൾ അല്ലാഹുവേ
എനിക്ക് കൂടുതൽ ദിക്റെല്ലാനും അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതാനുള്ള തൗഫീഖ് തരണേ. വസബ്ബിത്നി ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അതായത് ഉറച്ച വാക്കുകൾ, അതായത് ഷഹാദത്ത് കലിമത്തും ഈമാൻ്റെതും അങ്ങനത്തെ ദുനിയാവിലും ആഖിറത്തിലും ഉറച്ച വാക്കുകൾ, അതായത് ഈമാൻ്റെ വാക്കുകൾ കൊണ്ട് ഇന്നെ കാലുറപ്പിക്കണ റബ്ബേ. ഇത് മുനാസിബുല്ലിൽ ഹാലാണ്. ഞാൻ പറഞ്ഞല്ലോ, ദുനിയാവിലുള്ള എന്തും ചലിക്കുന്നതും എന്താ എല്ലാ ഒരു വിഷയം നമ്മൾ കാണുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ദിക്റിന് വേണ്ടി ഉപയോഗിക്കണം എന്നറിഞ്ഞില്ല. ആ ഒരു രൂപത്തിൽ മുനാസിബുല്ലിൽ ഹാലാണെന്ന് പറയാം. എന്നിട്ട് പറഞ്ഞു സുമ്മ ഖുദ് ഖർഫതൻ ലി അൻഫിക്, മൂക്കിൽക്ക് വേണ്ടിയിട്ട് ഒരു കോരി എടുക്കുക. ഇത് ഒരഭിപ്രായമാണ്. മദ്ഹബ് ഒരു കോരിയോണ്ട് വായക്ക് മൂക്കിയിരിക്കുകയാണ്, അതാണ് അഫ്ളല്. അതാണ് ഒരഭിപ്രായം, അങ്ങനെയല്ല. മനസ്സിലായ? അഫ്ളലായ രൂപം എങ്ങനെയാണ്? ഒരു കോരി വെള്ളം എടുക്കുക, ആ കോരി വെള്ളം വായക്ക് കൊപ്പിളിക്കാം, തുപ്പ, വെള്ളം ബാക്കിയുള്ളത് കൊണ്ട് മൂക്കി കയറ്റും ഒറ്റ കോരി കൊണ്ട്. എന്നിട്ട് അടുത്ത വിരലിട്ട് ഇങ്ങനെ ആക്കി ചീറ്റ. മനസ്സിലായ? ഇതാണ് അഫ്ളലായ രൂപം. ഒരഭിപ്രായപ്പെട്ടത് അതൊരു രൂപമാണ്, പക്ഷെ ഈ രൂപത്തിൽ ഏത് അഫ്ളൽ? ഇതാണ് മദ്ഹബ് അനുസരിച്ച്. വ്യക്തമായ? ഒരഭിപ്രായം വായൽക്കൊരു കോരി, മൂക്കിക്ക് വേറൊരു കോരി. വസ്തൻഷിഖ് ബിഹാ സലാസൻ, മൂക്കിക്ക് കയറ്റ. ഇവിടെ സുന്നത്തുകൾ നിങ്ങൾ വിശദീകരിക്കേണ്ടെങ്കിൽ എന്താണ്? മൂക്കിക്ക് കയറ്റലൊരു സുന്നത്ത്, അതിൻ്റെ പൂർണ്ണമായ രൂപം വലിച്ചു കയറ്റ, പിന്നെ പൂർണ്ണ അത് ചീറ്റി പുറത്തേക്ക് കളിയാണ്. ഒരാൾ കൊപ്പിളിക്കാൻ വേണ്ടി വായക്ക് വെള്ളം എടുത്ത്, കൊപ്പിളിക്കാനല്ല സുന്നത്ത് ഇട്ടാൻ വേണ്ടിയിട്ട് വായക്ക് വെള്ളം എടുത്ത് കഴിഞ്ഞാൽ സുന്നത്ത് കിട്ടി. അത് ആക്കിയാലും ഇല്ലെങ്കിലും സുന്നത്ത് കിട്ടി. ഞാൻ അയാൾ കൊപ്പിളിച്ച് എന്നിട്ട് അയാളാണ്ട് ഇറക്കി, അപ്പോഴും സുന്നത്ത് കിട്ടി. പക്ഷെ പൂർണ്ണമാവപ്പോഴാ വായലിട്ട് കൊപ്പിളിച്ച് നാക്കി തുപ്പുമ്പോഴാണ് പൂർണ്ണമായ എല്ലാ ഭാഗം കിട്ടുന്നത്. അതുപോലെ തന്നെ അയാൾ മൂക്കി കയറ്റി, വെള്ളം കയറ്റി കഴിഞ്ഞ് അയാൾ വേറൊന്നും ചെയ്തില്ല, സുന്നത്ത് കിട്ടി. പക്ഷെ നന്നാവുന്നത് എപ്പോഴാ? നന്നായിട്ട് കയറ്റുക, എന്നിട്ട് വിരലുണ്ടാക്കുക, എന്നിട്ട് ചീറ്റ, അപ്പോൾ പൂർണ്ണമായി. വ്യക്തമാണോ? എന്നിട്ട് പറഞ്ഞു വസ്തൻഫിർ, അത് വേറൊരു സുന്നത്ത്, ചീറ്റൽ വേറൊരു സുന്നത്താണ്. ചീറ്റൽ ബിഹാ മാഫിൽ അൻഫി മിർ റുതൂബ, മൂക്കിയിലുള്ള നനവുകൾ, അതായത് മൂക്കട്ടവും സാധാ വെള്ളം എല്ലാതും. വഖുൽ ഫിൽ ഇസ്തിൻഷാഖി, ഇസ്തിൻഷാഖ് മൂക്കിക്ക് വെള്ളം കയറ്റണേൽ പറയുക അല്ലാഹുമ്മ അരിഹ്നി റായിഹത്തൽ ജന്നതി വ അൻത അന്നി റാദിൻ. അല്ലാഹുവേ, സ്വർഗത്തിൻ്റെ വാസന ഞങ്ങളെ വാസന തരണേ റബ്ബേ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തിപ്പെട്ട കൂട്ടരിയിൽ പെടുത്തണേ റബ്ബേ. അതായത് റബ്ബി തൃപ്തിപ്പെട്ട കൂട്ടരിൽ പെടുത്തിയ രൂപത്തിൽ റബ്ബെ എനിക്ക് സ്വർഗത്തിൻ്റെ വാസന തരണേണ്. ഇതൊക്കെ മുനാസിബുലിൽ ഹാലാണ്. ഞാൻ പറഞ്ഞല്ലോ, ദിക്ർ മുനാസിബുൽ ഹാൽ എന്നറിയുമ്പോൾ എല്ലാ അവസ്ഥയും ദിക്റിന് വേണ്ടി ഉപയോഗിക്കണം. വഫിൽ ഇസ്തിൻസാരി, ചീറ്റണ സമയത്ത് ഈ ദുആ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ റവാഇഹിൻ നാർ, റബ്ബേ നരകത്തിൻ്റെ വാസന എന്നൊക്കെ ഞങ്ങൾ മോചനം തേടുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു. വമിൻ സൂഇദ്ദാർ, എന്താണ് വീടുകൾ, അതായത് സൂഇദ്ദാർ എന്നറിയാം, ഒന്നോലെ നരകം ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ മോശപ്പെട്ട വീടുകൾ ഉദ്ദേശിക്കുന്ന നരകം. സുമ്മ ഖുദ് ഗർഫതൻ ലിവജ്ഹിക്, ഇനി പുതിയ വെള്ളം മുഖത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വെള്ളം കൊണ്ട് വായവും മൂക്കുമായി, അങ്ങനെ 3 വട്ടം. അത് കൂടാതെ ഇനി പുതിയ വെള്ളം കൊണ്ട് മുഖം കഴുകുന്നു. ആ മുഖം കഴുകുന്ന സമയത്ത് എന്ത് വേണം? ഫർളായ കഴുകലാണ് ഞാൻ കഴുകുന്നതെന്ന് വേണം. ഫഗ്സിൽ ബിഹാ മിൻ മുബ്തദഇ തസ്തീഹിൽ ജബഹതി, അതായത് നെറ്റിൻ്റെ തുടക്കം മുതൽ. നെറ്റിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യർക്ക് മുടി വളരുന്ന തുടക്കം. അപ്പോൾ ഒരാൾ പറയും സാധാരണ മനുഷ്യന് എന്ന് പറഞ്ഞാൽ എൻ്റെ മുടി വളരുന്നത് ഇവിടുന്നാണ്, കോമൺ ആയിട്ട് എവിടുന്നാണ് വളരുന്ന ആ ഭാഗം എന്ന ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് അയാൾക്ക് വളരുന്ന ഭാഗം എന്നല്ല.
കോമണായി വളരുന്ന ആ ഭാഗം മുതൽ ഇലാ മുൻതഹ മാ യുഖ്ബിലു മിനൽ ദഖനി ഫിത്തൂൽ. ഇതാ ആടിയല്ല്, ഇതാ ഈ 2 എല്ല് ജോലൈനും മുട്ടുന്ന ഈ ഭാഗം, അവിടെ അല്ല മുട്ടുന്ന ഇവിടെ, ഈ 2 എല്ല് വന്നിട്ട് മുട്ടില്ല. ഇവിടെ ബാക്കില മുട്ട, അവിടെ അല്ലല്ലോ, അവിടെയാണ് മുട്ട, അവിടെയാണ് മുട്ട. അവിടെ അല്ലല്ലോ, ഇതാ ഇവിടെ ഇവിടെ ഈ 2 എല്ല് വന്നിട്ട് ഇവിടെ അല്ല മുട്ട. എന്ത് മനസ്സിലായ? അതുവരെ. പിന്നെ അപ്പോൾ വമിനൽ ഉദുനി ഇലൽ ഉദുനി ഫിൽ അർദ്, അത് ഈ ചെവിടിൻ്റെ ഈ കുറ്റി മുതൽ ചെവിടിൻ്റെ ഈ കുറ്റി വരെ വീതി. وأوصل الماء إلى موضع التحذيف وهو ما يعتاد النساء تنحية الشعر عنه ما بين رأس الأذن إلى زاوية الجبين. അതായത് ഈ മുടി, ഈ കാണുന്ന മുടി ഉണ്ടല്ലോ, ഇവിടേക്ക് വെള്ളം എത്തിക്കണം. കാരണം ഇത് മുഖത്തിൻ്റെ, ഇത് മുഖമാണ്. പിന്നെ മുഖം കഴുകുമ്പോൾ എന്ത് ചെയ്യണം? അത് വരുന്നുണ്ട്. മാ ബൈന റഅസിൽ ഉദുനി അഅനി മാ യഖഉ മിൻഹു മിൻ ഫീ ജിഹത്തിൽ വജ്ഹി വഔസിലിൽ മാഅ ഇലാ മനാബിതി ശുഊരിൽ അർബഅ. വെള്ളം ഉള്ളിക്ക് കടത്തണം. എവിടേക്ക്? എന്താണ്? മുടിൻ്റെ വേരുകൾക്ക് വെള്ളം കടത്തണം. ഏതൊക്കെ മുടി? അൽ ഹാജിബാൻ, 2 പുരികം, വശാരിബാൻ. ഷാരിബ് എന്ന് പറഞ്ഞാൽ ഇതാ ഇത് മീശ, പിന്നെ ഇതിലേക്ക് വെള്ളം എത്തിക്കണം ഉള്ളിക്ക്. വൽ അഹ്ദാബ്, ഇതാ ഇതാ വൽ ഇദാറാൻ, ഇതിൻ്റെ ഉള്ളിക്ക് വെള്ളം എത്തിക്കണം. വഹുമാ മാ യുവാസിൽ ഉദുനൈനി മിൻ മുബ്തദഇൽ ലിഹ്യ. അതല്ലാത്തതിൽ വെള്ളം എത്തിക്കൽ, ഉള്ളിയിലെത്തിക്കൽ സുന്നത്താണ്. അതായത് ഇതിൻ്റെ കട്ടിയുള്ള താടിയാണെങ്കിൽ അത് ഇവിടെ വരുന്നു. വയജിബു ഈസാൽ മാ ഇലാ മനാബിത്തിൽ ലിഹിയത്തിൽ ഖഫീഫ ദൂനൽ കസീഫ. അതായത് കട്ടിയുള്ള മുടിയാണെങ്കിൽ എത്തിക്കൽ സുന്നത്താണ്. സാധാരണ മുടിയാണെങ്കിൽ എത്തിക്കൽ ഫർളാണ് ഉള്ളിൽ. എങ്ങനെയാണ് കട്ടിയുണ്ടോ ഇല്ലെന്ന്? അതായത് ഇതാ ഈ ഒരു ഗ്യാപ്പിൽ, അതായത് 1.5 മീറ്ററിൻ്റെ ഗ്യാപ്പിൽ അങ്ങനെ നോക്കുമ്പോൾ ആളെ തൊലി കാണേണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം എത്തിച്ചേ മതിയാവും. തൊലി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എത്തിക്കൽ സുന്നത്താണ്. അപ്പോൾ പുറത്തായാൽ മതി. മനസ്സിലായ? ഇപ്പോൾ ഒരാൾക്ക് താടിയുണ്ട്, അയാൾ എങ്ങനെ താടി വെച്ചേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ താടി വെച്ചേക്കണം. ഇവിടെ നോക്കുമ്പോൾ തോല് കാണുന്നില്ല, ഇവിടെ നോക്കുമ്പോൾ തോല് കാണുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? തോല് കാണുന്നോടത്ത് വെള്ളം എത്തിക്കൽ നിർബന്ധം, തോല് കാണാത്തോടത്ത് വെള്ളം പുറത്തേക്ക് കൂടി ആക്കിയാൽ മതി, കഴിയാൽ മതി. മനസ്സിലായ? പറഞ്ഞ ക്ലിയറാണ്? അപ്പോൾ മീശൻ്റെ ഉള്ളിൽ വെള്ളം എത്തിക്കൽ നിർബന്ധമാണോ? നിർബന്ധമാണ്. പുരികത്തിൻ്റെ ഉള്ളിൽ നിർബന്ധമാണോ? ഒരാൾക്ക് ഭയങ്കര കട്ടി, സാധാരണ അങ്ങനെ ഉണ്ടാവില്ല, എന്നാലും ഭയങ്കര കട്ടി പുരികയാണ് എന്ന് വെച്ചോ, വെള്ളം ഉള്ളിക്ക് സാധാരണ എത്തൂല, എത്തിച്ചേ മതിയാവും. താടി എന്ന് പറയുമ്പോൾ ഇതും ഈ ഭാഗത്തുള്ള ഈ 2ഉം ഇതൊക്കെ താടിയാണ്. അതേസമയത്ത് ഇത് താടിയല്ല, ഇത് താടിയല്ല. എന്നൊക്കെ മീശോ അല്ലല്ലോ, ഇത് മീശ, ഇത് താടിയല്ല. കൊമ്പും അല്ലല്ലോ, കൊമ്പ് ഇവിടെ നിന്നല്ല ഉണ്ടാവുക, ഇത് ഇവിടെ അല്ല വളർന്ന് നിൽക്കണ. മുട്ടെന്തോ അല്ലല്ലോ, ഇത് ഈ തോലിന്മേലല്ല ഉള്ളത്. അത് പിരിച്ചൊക്കില്ലല്ലോ, അതങ്ങനെ പിരിച്ചൊക്കെ ഇങ്ങോട്ട് പൊന്തൂല്ലല്ലോ, പിരിക്ക എവിടുന്നല്ലേ? ഇതാ പിരിക്കതാ, ഇത് ഇവിടുന്നാണ് പിരിക്ക. ഇവിടുന്ന് അങ്ങനെ പിരിക്ക നിങ്ങള് പിരിവില്ലല്ലോ. അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിക്കണം, ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിക്കണം. അതായത് ഇത് വേണ്ട. കാരണം ഒരാണ് എന്ന് പറഞ്ഞാൽ എത്ര ഇത് ഉണ്ടാവൽ അയാൾക്ക് എന്താണ് ഒരു ഭംഗി മാത്രമല്ല സുന്നത്തുമാണ്. മനസ്സിലായ? അപ്പോൾ ഇത് പ്രയാസമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറ്റൽ.
അതേ സമയത്ത് ഇതൊക്കെ ശരിക്കും മുഖത്തിൻ്റെ ഭാഗമാണ്. ഇത് പ്രയാസമായതുകൊണ്ടാണ്. കാരണം കൂടുതലും കട്ടിയാണ് ഉണ്ടാവുക. ഇത് കൂടുതലും കട്ടിയല്ല ഉണ്ടാവുക, ഇത് കട്ടി കുറക്കാണ്. കട്ടി ഉണ്ടെങ്കിലും ഒരു പരിധിൻ്റെ മുകളിലേക്ക് കട്ടി ഉണ്ടാവില്ല. മാക്സിമം കട്ടി കാണുന്നതാണ്. അതിൻ്റെ മുകളിലേക്ക് കട്ടിയാക്കി കഴിഞ്ഞാൽ ചുണ്ട് കാണില്ല. അപ്പോൾ ചുണ്ട് കാണാൻ വേണ്ടി ചെത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും നിൽക്കുന്നുണ്ടാവുക അല്ലേ. ഇളങ്ങനെ ഇങ്ങനെ വെട്ടും. അപ്പോൾ ഇങ്ങനെയായിട്ടൊരു കൊമ്പ് പോലെ ആയിട്ട് ഉണ്ടാവും. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇത് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിക്കണം. ചെറുതാവുമ്പോൾ കഴുകാനെത്തും. ഇനി കഴുകാൻ എത്തിയില്ലെങ്കിൽ ഉള്ളിലേക്ക് എത്തിക്കണം. മനസ്സിലായോ? താടിക്ക് മാത്രമേ അളവുള്ളൂ. താടിക്ക് മാത്രമേ അളവുള്ളൂ. പിന്നെ ഇത് ഉള്ളിക്ക് സാധാരണ എത്തിച്ചാൽ മതിയാവോ കട്ടിയിലുണ്ടെങ്കിൽ. ഇനി കുറച്ച് വലുതാണെങ്കിൽ ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയാൽ ഇത് മുഖത്തിൻ്റെ ഭാഗം ക്ലിയറായി. മനസ്സിലായോ? ഇത് നിർബന്ധമല്ല. ഇത് നിർബന്ധമാണ്. പിന്നെ വരുന്നുണ്ട് മാലായ തിമ്മുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. മുഖത്തിൻ്റെ ഈ ഭാഗം കഴുകണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി താത്തി കഴുകണം. ഈ ഭാഗം ആവണം കുറച്ചും കയറ്റി കഴുകണം. അപ്പോൾ മുടീൻ്റെ കുറച്ച് ഭാഗം കഴുകേണ്ടി വരും നിർബന്ധമായിട്ടും. ഇങ്ങനെ ആക്കുമ്പോൾ ഈ ചുവടിൻ്റെ ഈ ഭാഗങ്ങൾ കഴുകേണ്ടി വരും. പിന്നെ ഇവിടെ ഈ ഭാഗങ്ങൾ കഴുകേണ്ടി വരും. ഈ ആടിൻ്റെ താഴെ അത്രേ വരുന്നുള്ളൂ, ഇങ്ങോട്ടൊന്നും വരുന്നില്ല. അതൊക്കെ ഏത് ആവശ്യമില്ലാണ്ട് അത് മുഖമല്ലേ. അത് നോക്ക്, ഇത് മുഖമാണ്. അത് നോക്ക്, മുടി വരുന്നത് ഇതാ അങ്ങനെയാണ്. മുമ്പ് കാണിച്ചിരുന്ന ആ സർക്കിളാണ് മുടി. മനസ്സിലായോ? അപ്പം ഇവിടെ വെള്ളത്തിൽ എത്തണം. മനസ്സിലായോ? അത് ചിലർക്ക് ഇങ്ങോട്ട് കയറിയ മുടി ഉണ്ടാവും. മുഖം തന്നെയാണത്. അപ്പോൾ അത് ക്ലിയറായി. മുഖത്തിൻ്റെ ഭാഗം ക്ലിയറായ ഇതെന്തെങ്കിലും പ്രശ്നമുണ്ടാ? മുഖം സുന്നത്ത് അഫ്ളല് മോളിൽ നിന്ന് തുടങ്ങലാണ് അഫ്ളല് സുന്നത്ത്. ഒരാൾ ഇവിടുന്ന് തുടങ്ങി കുഴപ്പമില്ല, ഇവിടുന്ന് തുടങ്ങി കുഴപ്പമില്ല. അഫ്ളലായ രൂപ വെള്ളം എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട്, അതായത് കാരണം ഇതും ഫർളില്ലേ പെട്ടല്ലോ, അതിങ്ങനെ ആക്കി ഇങ്ങനെ ആക്കാം. പിന്നെ കട്ടിയുള്ള താടിയുള്ള വേറെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ശരിക്കും പറഞ്ഞ് ഇങ്ങനെയാണ്. അതായത് വെള്ളം ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ആക്കാം. ഇത് അഫ്ളലായ രൂപം. മനസ്സിലായ? ഇയാൾക്ക് ഇവിടെ കട്ടിയും ഇവിടെ കട്ടിയില്ലാണ്ടാണ്. ഇവിടെ ഉള്ളിൽ നിർബന്ധമാണ്. ഇവിടെ വരുമ്പോൾ ആ മറ്റേ സുന്നത്തും കിട്ടും. അതായത് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ആക്കൽ. നിങ്ങളത് കട്ടിയുണ്ട് കുറച്ച്, ഇവിടെ കട്ടിയില്ല, ഇവിടെ കട്ടിയുണ്ട്. അപ്പോൾ പകുതി ആക്കണം. എന്നിട്ട് പറഞ്ഞ് വഖുൽ ഇൻദ ഗസ്ലിൽ വജ്ഹി, മുഖം കഴുകണ സമയത്ത് പറയുക اللهم بيض وجهي بنورك يوم تبيض وجوه أوليائك ولا تسود وجهي بظلماتك يوم تسود وجوه أعدائك. അള്ളാഹുവിൻ്റെ പ്രകാശം കൊണ്ട് ഞങ്ങളെ മുഖം വെളുപ്പിക്കണേ. ഔലിയാക്കളെ മുഖം വെളുപ്പിക്കുന്ന ദിവസം ഞങ്ങളെ മുഖം വെളുപ്പിക്കണേ, പ്രകാശിപ്പിക്കണേ റബ്ബേ. മുഖം കറുപ്പിക്കല്ലേ, അതായത് മുഖം കടുപ്പിക്കല്ലേ, പ്രകാശമില്ലാതാക്കല്ലേ റബ്ബേ. അള്ളാഹുവിൻ്റെ ശത്രുക്കളെ മുഖം കടുപ്പിക്കുന്ന ആ വേളയിൽ ഞങ്ങൾ അങ്ങനെ ആക്കില്ലേ റബ്ബെ. മുനസിബുൽ ഹാലാണ്. വലാ തത്രുക് തഖ്ലീൽ ലിഹ്യത്തിൽ കസ്സ, കട്ടിയുള്ള താടി തഖ്ലീലയ്യൽ എന്ന് പറഞ്ഞാൽ ഉള്ളിക്ക് വെള്ളം ഇങ്ങനെ കയറ്റിക്കൽ, അത് വിടരുത് എന്ന് പറഞ്ഞു. സുമ്മ ഗ്സിൽ യദകൽ യുംനാ സുമ്മൽ യുസ്റാ സലാസൻ, കൈ മൂന്നായിട്ട് കഴുകുക. വലത്തത് 3, എടുത്തത് 3. അത് 3ആണ്. അത് ഒരു സുന്നത്താണ്. അത് സുന്നത്തായത് കൊണ്ട് എന്താ ചെയ്യുക, മുഖം കഴുകുമ്പോൾ ഇങ്ങനെ ആക്കുക. അത് കൂടാതെ വേറെ വെള്ളം എടുത്തിട്ട് ഉള്ളിക്കാക്കുക 3 വട്ടം. മനസ്സിലായി? സുന്നത്താൻ സ്ഥിരപ്പെട്ടിട്ട് അതിനും ഒരു 3 ഉണ്ടാവും. ഒന്നുമല്ല അതിൽപ്പെട്ട സുന്നത്ത്, അല്ലെങ്കിൽ ഒരു സുന്നത്ത്. തഹ്ലീൽ ഒരു സുന്നത്താണ്. മനസ്സിലായോ?
ثم اغسل يدك اليمنى ثم اليسرى ثلاثا വലത്ത് 3 എടുത്ത് 3 مع المرفقين إلى أنصاف العضدين. نعم അതായത് നോക്കുക, ഇവിടുന്ന് മുതൽ ഇതുവരെ, ഇവിടുന്ന് മുതൽ ഇതുവരെ വിരൽ വരെ. മനസ്സിലായോ? ഇങ്ങനെ 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 സുന്നത്തല്ല, ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ആക്കണ്ടല്ല, ഇങ്ങനെ താഴ്ന്ന മേലോട്ടേക്ക്, മേലെ മൂടുന്ന താഴോട്ടേക്കാണ്. ഇങ്ങനെ എല്ലാ അവസ്ഥയിലും ഇങ്ങനെ തന്നെ. എല്ലാ അവസ്ഥയിലും ഇവിടുന്ന് വിരലിൻ്റെ അവിടെ നിന്നാണ് സുന്നത്ത് വരുന്നത്, തിരിച്ചല്ല. പൈപ്പിൽ നിന്നാണെങ്കിലും ഇങ്ങനെ തന്നെ. മനസ്സിലായോ? പൈപ്പിൽ നിന്നാണെങ്കിലും ഇങ്ങനെയാണ്. فإن الحلية في الجنة تبلغ مواضع الوضوء എന്നിട്ട് പറഞ്ഞ് എന്താണ്, അത് നീട്ടി കഴുകാൻ പറ്റുക, നീട്ടി കഴുകുക. മുഖം അങ്ങനെ തന്നെ നീട്ടി കഴുകാൻ പറ്റുന്ന നീട്ടി കഴുകുക. ഇതാ ഇങ്ങോട്ടൊക്കെ കയറ്റിയിട്ട് കഴുകുക. സുന്നത്താണ്. നീട്ടി കഴുകൽ സുന്നത്ത്, മുഖം നീട്ടി കഴുകൽ സുന്നത്ത്. അപ്പോൾ മുഖം ഇങ്ങനെ കയറ്റി കഴുകി ഇത് കഴുകുക. ആ മുഖത്തിൻ്റെ ഭാഗമായിട്ട് പെരടിയും കഴുകുക. പെരടി കഴുകൽ സുന്നത്താണ്. പെരടി കഴുകൽ എന്ന് പറഞ്ഞ സുന്നത്തില്ല, മുഖത്തോടൊപ്പം കഴുകരുതുണ്ട്. പെരടി കഴുകൽ എന്ന് പറഞ്ഞിട്ടൊരു സുന്നത്തില്ല. അപ്പോൾ പുതിയ വെള്ളം എടുക്കാൻ പറ്റില്ല എന്നായി. സുന്നത്ത് അങ്ങനെ ഒരു പ്രത്യേകമായ സുന്നത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായി വെള്ളം എടുത്താൽ ഇസ്രാഫായി. അതാണ് കിതാബിൽ പറയുന്നത്, പെരടി കഴുകൽ സുന്നത്തല്ല, അങ്ങനെ സുന്നത്തില്ല, അത് എടുക്കണ്ട. അത് മാത്രം പറഞ്ഞു. പക്ഷെ പെരടി കഴുകലില്ല എന്ന് വുളൂഇലില്ല എന്ന് പറയാനില്ല. അത് ഫത്തുൽ മൊയ്ൻ എടുത്ത് നോക്കിയാൽ, ഫത്തുൽ മൊയ്ൻ അറിയില്ലേ, ഫത്തുൽ മൊയ്ൻ എടുത്ത് നോക്കിയാൽ പുതിയ പ്രിൻ്റുകളിലൊക്കെ ആണെങ്കിൽ പഴയ പ്രിൻ്റാണ് ആദ്യം പാടില്ല എന്ന് പറഞ്ഞ പേജിൻ്റെ അവസാനം ഉണ്ടാവും പെരടി കഴുകണം എന്ന്. പെരടി കഴുകില്ല എന്ന് മുകളിൽ പറഞ്ഞ് പെരടി കഴുകണം താഴെ പറഞ്ഞു. കൺഫ്യൂഷൻ ഉണ്ടാവില്ല, കാരണം അത് ശരിക്കും വായിച്ചാൽ തിരിയും. ഇതിൻ്റെ ഭാഗം, മുഖം കഴുകണതിൻ്റെ ഭാഗമാണ് ഈ പെരടി കഴുകൽ എന്ന് പറഞ്ഞത്. സുന്നത്തില്ല. അപ്പോൾ പറയാ അത് സുന്നത്ത് എന്ന് പറഞ്ഞ സുന്നത്തായിട്ട് എടുത്തല്ല, മുഖം കഴുകണമെന്ന് നീട്ടിയതാണ്. അതായത് പെരടി കഴുകണ പരിപാടി ഉണ്ട് വുളൂഇൽ, പക്ഷെ പെരടി കഴുകാൻ സുന്നത്തും അല്ല. പുതിയ പ്രിൻ്റിൽ ഈ പേജിൽ പെരടി കഴുകരുത്, അങ്ങനെ ഒരു സുന്നത്തില്ല എന്ന് പറഞ്ഞു. സുന്നത്തല്ല തന്നെ പറഞ്ഞു. ആ പേജ് ഇപ്പുറത്ത് തിരിച്ചു കഴിഞ്ഞാൽ പെരടി കഴുകിയ സുന്നത്താന്ന് പറഞ്ഞു. കാരണം പെരടി എന്നുള്ള പേര് പെരടിക്ക് സുന്നത്തല്ല, നീട്ടി കഴുകണം എന്നറിഞ്ഞതിൻ്റെ ഭാഗമാണത്. വേറെ വെള്ളം എടുക്കാൻ പറ്റൂല, കാരണം ഇസ്രാഫായി. ഇല്ലാത്തൊരു സുന്നത്തിന് എക്സ്ട്രാ വെള്ളം എടുക്കാൻ പറ്റൂലല്ലോ. അതുപോലെ തന്നെ 3 വട്ടം കഴുകാനുള്ളൂ, 4ാമത്തെ വട്ടം കഴുകൽ സുന്നത്തല്ല, അത് ഇസ്രാഫായി. സുന്നത്തല്ലെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റൂലല്ലോ, പാടില്ലല്ലോ. 3ൽ ഉപരി കൂട്ടൽ കറാഹത്താണ് പറഞ്ഞു കഴിഞ്ഞാ. എന്നിട്ട് പറഞ്ഞു ثم عند غسل اليد غسل اليمنى, അതായത് എന്നിട്ട് പറയും فإن الحلية في الجنة تبلغ مواضع വുളൂഇൻ്റെ ഭാഗങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ പ്രകാശം ഇതൊക്കെ ഉണ്ടാവും. അതായത് കൈ കഴുകുമ്പോൾ നീട്ടി കഴുകുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താണ് ഈ പഴയ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കുറച്ച് ഇതിനെ കുറച്ച് പിടിക്കും, ഈ സുഡാനികളെ അതുപോലെ. അപ്പോൾ ഇങ്ങനെ പൊക്കുമ്പോൾ കക്ഷം വരെ കാണുമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അങ്ങനത്തെ വസ്ത്രം ഇട്ടിട്ടാണ് നടക്കുക. എന്തിന്? ഒന്നു കൊടുക്കുമ്പോൾ ഇതുവരെ എത്തിക്കാൻ. ആളുദൈന് ഇതാ ഇതിൻ്റെ ഒന്ന്, ഇത് പകുതി വരെ അല്ലെങ്കിൽ ഇതുവരെ, അങ്ങനെ അബൂ ഹുറൈറ കക്ഷം വരെ കഴിക്കരുതെന്നാ. അത് സുന്നത്ത് പറഞ്ഞാൽ ഇതിങ്ങനെ കേട്ട് എത്ര പൊക്കാൻ പറ്റുന്നോ അത്ര പൊക്കാം, സുന്നത്താണ്. ഖുർറം മുഹജ്ജലീനായിട്ടാണ് മിൻ ആസാരി ഉള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിന് യാവുന്ന ആൾ ഉണ്ടാവുക. ഖുർറ് എന്ന് പറഞ്ഞാൽ മുഖം, മുഹജ്ജൽ എന്ന് പറഞ്ഞാൽ കൈയും കാലും. വഖുൽ ഇൻദ ഗസ്ലിൽ യുംന, വലത്തത് കഴുകുമ്പോൾ ഇങ്ങനെ പറയാം, അല്ലാഹുമ്മ അഅ്തിനി കിതാബി ബിയമീനി, അല്ലാഹുവേ വലത്തെ ഭാഗത്ത് എനിക്ക് വലത്തേൽ കിതാബ് തരണേ, അതായത് ഹസനത്തുകൾ വർദ്ധിപ്പിക്കണേ.
വഹാസിബ്നി ഹിസാബൻ യസീറ, അള്ളാഹു എളുപ്പമായ ഹിസാബ് തരണേ. എളുപ്പമായ ഹിസാബ് എന്ന് പറഞ്ഞാൽ ഒന്നോലെ പൂർണ്ണമായി ഒഴിവാക്കാം എളുപ്പമായ ഹിസാബ്. അല്ലെങ്കിൽ എന്താണ് ചോദിക്കുക, നിസ്കരിച്ചായിക്കും, നിസ്കരിച്ച് റബ്ബ് നോമ്പ് പറ്റുക റബ്ബ് എന്നാ വയ്ക്കോ എന്നറിയും. അതാണ് ഹിസാബ് യസീർ. അല്ലെങ്കിൽ അപ്പോൾ ആയിഷ റളിയല്ലാഹു പറഞ്ഞ് അപ്പോൾ റസൂലെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ, അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് മൻ നൂഖിഷ ഫഖദ് ഉദ്ദിബ്, ആരേലും ഒരാളെ ഡീറ്റെയിൽ എങ്ങനെ നിസ്കരിച്ചു ചോദിച്ചാൽ പണി കിട്ടി, അയാൾ ശിക്ഷയ്ക്കോളൂ, അയാൾ പിന്നെ കുടുങ്ങി പോയി. ചോദ്യങ്ങൾ ഒന്നുമല്ല എളുപ്പമായ ചോദ്യങ്ങൾ. എന്ത് أما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا. هلا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا. അതായത് ഇവിടൊക്കെ അർത്ഥം വരുന്നത് എന്താണ്? എളുപ്പമായി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചോദിക്കുക, നിസ്കരിച്ച് റബ്ബ് നോമ്പ് പറ്റ റബ്ബ് പറഞ്ഞൊക്കെ അനുസരിച്ച് റബ്ബ് പോയിക്കോ എന്നാ രക്ഷപ്പെട്ടു. ആ നിസ്കാരത്തിൽ ശരിക്കും നിസ്കരിച്ച പോയി. അങ്ങനെ ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ഹലാക്കായി, അതാരാണെങ്കിൽ. വഖുൽ ഇൻദ ഗസ്ലി ശിമാൽ, ഇടത്ത ഭാഗത്ത് കഴുകുമ്പോൾ പറയാ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ തുഅതിയനി കിതാബി ബിശിമാലി ഔ മിൻ വറാഇ ളഹ്രി. അല്ലാഹുവേ എടുത്ത ഭാഗത്ത് എനിക്ക് കിതാബ് തരല്ലേ, അതായത് നശിക്കപ്പെട്ട കൂട്ടലിൽ പെടുത്തല്ലേ റബ്ബെ. അല്ലെങ്കിൽ വറാഇ ളഹ്രി, അതായത് പുറകിൽ, അത് ഒന്നാമൻ ഊതിയ കിതാബഹു വറാഇ ളഹ്രി ഫസൗഫ യദ്ഉ സുബൂറ. ثم استوعب رأسك بالمسح, തല എന്ത് ചെയ്യുക, മുഴുവനായി തടുക, അതാണ് ചെയ്യേണ്ടത്. മുഴുവനായി തടുക. മറിയുന്ന മുടിയാണെങ്കിൽ ഇതിപ്പോൾ ഏകദേശം മറിയുന്ന മുടിയാണ്, അപ്പോൾ തിരിച്ചെടുക്കണം. ഒന്ന് എന്നറിഞ്ഞാൽ ഇങ്ങനെ തുടങ്ങിയിട്ട് തിരിച്ചിങ്ങോട്ട് വരണം, അപ്പോൾ ഒന്നായി. നിങ്ങളതൊക്കെ അങ്ങനെ വരാം. ചെറിയ മുടിയാണെങ്കിൽ ഇതൊന്നാണ്, മനസ്സിലായ? അത് പിന്നെ തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു തരിക, നിങ്ങളതൊക്കെ മറിയുന്ന മുടിയാണ്, അപ്പോൾ ഒന്നാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് അല്ലല്ലോ, നിങ്ങളത് ഇങ്ങനെ ആക്കിയാൽ ഒന്നായി. നിങ്ങളത് ഒന്ന് ആവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് തിരിച്ചെടുക്കാം, അപ്പോൾ ഒന്നായി. ഒന്ന് അങ്ങനെ എടുക്കേണ്ടത്. ഇങ്ങനെ നടുവണ പരിപാടി ശരിക്കും പറഞ്ഞാൽ അത് എന്താണ് പറയുക, നിർബന്ധം അതാണ്. അതായത് ഒരാൾ ജമാഅത്ത് കിട്ടില്ല എന്നായി കഴിഞ്ഞാൽ അയാൾ അങ്ങനെ ആക്കിയിട്ട് ഇമാമിൽ തുടരാം. സമയമുണ്ട്, ഒളു കൊടുക്കണം. സാധാരണ ഒളുവിൽ അത് ചെയ്യരുത്. ഒരാൾ സുന്നത്ത് പതിവായിട്ട് വിട്ടാൽ ഈ സുന്നത്തൊക്കെ അതിൽ പെടും. പതിവായിട്ട് ഇടരുത്, കാരണം ഇത് സ്ഥിരപ്പെട്ട ഇതാണ്, മനസ്സിലായ? സ്ഥിരപ്പെട്ട ആവർത്തിച്ച് ചെയ്തേരുന്ന സുന്ന മക്കതായതാണത്. ഒന്നും സ്ഥിരപ്പെട്ടിട്ട് സ്ഥിരം വിടാൻ പറ്റാത്ത സുന്നത്തുകളാണ് ഇതൊക്കെ. വിടാൻ പാടില്ലാത്ത സുന്നത്തുകളാണ്, മനസ്സിലായ? അതായത് നമ്മൾ ഒരിക്കലും ഈ രൂപത്തിൽ ഒന്നു കൊടുക്കുന്നത് കാണപ്പെടരുത്, ഒരിക്കലും കാണപ്പെടരുത്. ഇനി ഇവിടെ പറയാത്തൊരിതുണ്ട്, തല തടവുമ്പോൾ കട്ടിയുള്ള ഈ തൊപ്പിയൊക്കെ ഊരാൻ പറ്റും, പക്ഷെ കട്ടിയുള്ള തൊപ്പിയോ അല്ലെങ്കിൽ കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അറബി കെട്ടിയിട്ടുണ്ട്, ഏതെങ്കിലും കെട്ടി. അപ്പോൾ എന്തായി, കുറച്ച് പൊക്കാം. എന്നിട്ട് ഈ മുടിൻ്റെ ഭാഗം എന്ത് ചെയ്യുക, തടവ. എന്നിട്ട് ബാക്കി അതിൻ്റെ മുടി കൂടി കംപ്ലീറ്റ് ചെയ്യാം. അതൊരു സുന്നത്താണ്. അങ്ങനെ തുടങ്ങുമ്പോൾ മുടി കൂടി, എന്നിട്ട് പിന്നെ ബാക്കി. മനസ്സിലായ? ക്ലിയർ ആണോ? അപ്പോൾ അത് വേറൊരു സുന്നത്തായി പറഞ്ഞു. എങ്ങനെയാണ് തല തടവേണ്ടത്? കൈ നനക്ക. അതായത് ഈ വിരലുകളെ തലൻ്റെ മുകളിലേക്ക് മുട്ടിക്കത്. അങ്ങനെ
വിരലുകൾ മുട്ടിക്കുക, വിരലിൻ്റെ തലഭാഗങ്ങൾ മുട്ടിക്കുക, കണക്ട് ചെയ്യുക, ഇങ്ങനെ ആക്കാൻ. وتضعهما على مقدمة الرأس, തലൻ്റെ തുടക്ക ഭാഗത്ത് ഇങ്ങനെ വെക്കാം. وتمرهما إلى القفا, ഖഫ എന്ന് പറഞ്ഞാൽ പെരടി, അതുവരെ ആക്കാം. ثم تردهما إلى المقدمة, തിരിച്ച്. അതെപ്പോഴോ മറയുന്ന മുടിയുള്ളവർക്കാണത്. മറിയാത്ത മുടിയുള്ളവർക്ക് എന്തില്ല, തിരിച്ചു വരണം എന്നുള്ളതില്ല. മറിയാത്ത മുടിയാണ് തിരിച്ചു വരണ്ട. വന്നാൽ വന്നു ഒന്നും കിട്ടിയില്ല, എക്സ്ട്രാ പണിയെടുത്ത്. അയാളത് എടുത്തില്ലെങ്കിൽ ഒരുപോലെ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട്, മുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് കേൾക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, വേണമെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ നനവ് കൊണ്ട് ഇങ്ങനെ ആക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായ? പുതിയ വെള്ളം എടുക്കലില്ല. കാരണം എന്താ, അങ്ങനെ സുന്നത്ത് വുളൂഇന് പെരടി കഴുകാന്ന് പറഞ്ഞ സുന്നത്തില്ല. പറഞ്ഞ അങ്ങനെ നാമമുള്ള ഒരു സുന്നത്തില്ല. ക്ലിയറാണോ പറഞ്ഞത്? ഫഹാദിഹി മറ, അതൊരു വട്ടം തിരിച്ചു വന്നാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ തിരിച്ചു വന്നത് പൊതുവെ ഇവിടെ പറഞ്ഞത് പൊതുവായിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഇത് പൊതുവല്ലത്, അത് മറിയുന്ന മുടിയുള്ളവർക്ക് മാത്രമാണത്. ഒരാൾ മുട്ടത്തലയാണ്, തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ചെറിയ മുടിയാണ്, അപ്പോഴും തിരിച്ചു വരേണ്ട ആവശ്യമില്ല. തഫഅലു ദാലിക സലാസ, അങ്ങനെ 3 വട്ടാക്കാം. വകദാലിക ഫീ സായിരിൽ അഅ്ദാഇ, എല്ലാ അവയവത്തിലും 3 വട്ടാക്കാം. എന്ന് പറയാ, വഖുൽ അല്ലാഹുമ്മ ഗശ്ശിനി ബിറഹ്മതിക വഅൻസിൽ അലയ്യ മിൻ ബറകാതിക വഅദില്ലനി തഹ്ത ദില്ലി അർശിക യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുക. അല്ലാഹുവേ, റഹ്മത്ത് കൊണ്ട് എന്നെ പൊതിയണേ. വഅൻസിൽ അലയ്യ മിൻ ബറകാതിക, ബറകത്തുകൾ ഞങ്ങളെ മേലെ ഇറക്കണേ റബ്ബേ. വഅദില്ലനി തഹ്ത ദില്ലി അർശിക, അല്ലാഹുവിൻ്റെ അർശിൻ്റെ തണലത്ത് ഞങ്ങളെ നിർത്തണേ റബ്ബേ. യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുക, അല്ലാഹുവിൻ്റെ തണലില്ലാത്ത വേറൊരു തണലും ഇല്ലാത്ത, അല്ലാഹുവിൻ്റെ അർശിൻ്റെ തണലില്ലാത്ത വേറൊരു തണലും ഇല്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ ആ തണലിൽ നിർത്തണേ റബ്ബേ. മനസ്സിലായ? അല്ലാഹുമ്മ ഹർരിം ശഅരി വബശരി അലന്നാർ, അല്ലാഹുവേ എൻ്റെ മുടിയും എൻ്റെ തൊലിയൊക്കെ നരകത്തിന് ഹറാമാക്കണേ റബ്ബേ. സുമ്മ അംസഹ് ഉദുനൈക ളാഹിറഹുമാ വബാത്തിനഹുമാ, എന്താണ്, ചെവിട് പുറവും അകവും കഴുകല്ല, തടവ. കഴുകൽ എന്ന് പറഞ്ഞാൽ വെള്ളം ഒലിക്കണം. എന്ത് ചെയ്യണം? ഒലിക്കണം. തടുവൽ എന്ന് പറഞ്ഞാൽ വെള്ളം നനവ് തട്ടൽ മാത്രം. അപ്പോൾ ഒരാൾ ഈ തൊപ്പി വെള്ളം നല്ല കയ്യുമ്പോൾ നല്ല നനച്ചൊരു വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നനവ് തട്ടില്ലേ മുടിയിലേക്ക്, മതിയാവും. കാരണം അതിൻ്റെ ഉദ്ദേശം ഒലിപ്പിക്കലല്ല, നനവ് തട്ടലാണ്. പ്രത്യേകിച്ച് ഈ തൊപ്പിയൊക്കെ ആണെങ്കിൽ എളുപ്പത്തിൽ ഒരാൾ എന്ത് ചെയ്യുക, പക്ഷെ പൂർണ്ണ സുന്നത്ത് കിട്ടില്ല, അത് എടുക്കണം. പൂർണ്ണ സുന്നത്ത് ചെവിടും നനവ് തട്ടലാണ്. വഅദ്ഖിൽ മുസബ്ബിഹതൈക, ഈ വരൽ ഇതിനെ മുസബ്ബിഹത്ത് എന്നറിയാം. ഫീ സിമാഹൈ ഉദുനൈക, ചവിട്ടിയിലേക്ക് ഇങ്ങനെ കയറ്റാം. അങ്ങനെയല്ല, ഇതാ ഇങ്ങനെ കയറ്റാം. ഓക്കെ. വംസഹ് ളാഹിറ ഉദുനൈക ബിബാത്തിനി ഇബ്ഹാമൈക, ഈ 2 വിരലുകൊണ്ട് മനസ്സിലായ? അതായത് ഈ വിരൽ കയറ്റിയിട്ട്, ഓക്കെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്താൽ അത് കഴിഞ്ഞിട്ട് ഇതന്നെ എടുത്ത് മനസ്സിലായ? പിന്നെ ഉള്ളിൽ ഇങ്ങനെ ഒറ്റ വെള്ളം തന്നെ, അങ്ങനെ 3 വെള്ളം. മനസ്സിലായ? വഖുൽ, എന്നിട്ട് പറയുക, അല്ലാഹുമ്മ ജഅൽനി മിനല്ലദീന യസ്തമിഊന അൽഖൗല ഫയത്തബിഊന അഹ്സന, അല്ലാഹുവേ നല്ലതൊക്കെ കേൾക്കുന്നതും അത് പിന്തുടരുന്ന, അതായത് അല്ലാഹ് പറഞ്ഞതും നബി പറഞ്ഞതും നല്ല കാര്യങ്ങൾ അനുസരിക്കുന്ന കൂട്ടരിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. അല്ലാഹുമ്മ അസ്മിഅനി മുനാദിയൽ ജന്നതി മഅൽ അബ്റാർ, അതായത് സ്വർഗത്തിൽ നിന്ന് വിളിക്കുന്ന കൂട്ടരിൽ ഞങ്ങളെ പെടുത്തണേ, നല്ല കൂട്ടരൊപ്പം ഞങ്ങളെ പെടുത്തണേ റബ്ബേ. സുമ്മംസഹ് റഖബതക്, ഇതോരോ അഭിപ്രായം.
ഇതാണ് നബി ഇമാം പറഞ്ഞ അങ്ങനെ ഒരു സുന്നത്തില്ലാന്ന് പറഞ്ഞു തരിക. ഇതാണ് നബി ഇമാം പറഞ്ഞത് ആ സുന്നത്തില്ലാന്ന്. പെരടി തടവ എന്നിട്ട് പറയാ അല്ലാഹുമ്മ ഫുക്ക റഖബതി മിനന്നാർ. പെരടി എന്താ റബ്ബേ, പെരടി നരകത്തിൽ നിന്ന് ഇത് ഫക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഈ പെരടി എന്ന് പറയുമ്പോൾ നമ്മൾ അറബി പ്രയോഗം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ റഖബത്ത് എന്നറിയാം. അതായത് അയാൾ എന്താണ് സ്വതന്ത്രയനാണ്, അല്ലെങ്കിൽ അയാൾ അടിമ മോചിക്കപ്പെട്ട് എന്ന് പറയുമ്പോൾ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ എന്നറിയാം. അപ്പോൾ ഫക്കു റഖബ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, മോചിപ്പിക്കാന്ന് ഉദ്ദേശിക്കുന്നത്. റഖബത്ത് കൊണ്ട് ഉദ്ദേശം കാരണം ഇങ്ങനെ പിടിച്ചിട്ടല്ല എടുക്കുക. റഖബ കൊണ്ട് ഉദ്ദേശം അയാൾ മൊത്തം അള്ളാഹു ഇന്നെ മോചിപ്പിക്കണമെന്നാണ് അതിന് അർത്ഥം വരുന്നത്. നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമെന്നാണ് അർത്ഥം വരുന്നത്. വഅഊദു ബിക മിനസ്സലാസിലി വൽ അഗ്ലാൽ. അത് ഖിയാമത്ത് നാൾ എന്താണ്, ഇങ്ങനെ കെട്ടിയിട്ടായിരിക്കും ഉണ്ടാവുക, പെരടിക്ക് ഇങ്ങനെ കെട്ടിയിട്ടായിരിക്കും നരകത്തിൽ പോകാന്ന് പറഞ്ഞ് ഖുർആനിൽ ആയത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പം അതിൽ നിന്ന് ഞാൻ റബ്ബിനോട് കാവലിനെ ചോദിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ പെരടി എന്ന് പറഞ്ഞൊരു സുന്നത്ത് മദ്ഹബിലില്ല. അതായത് താബിയായിട്ട് വരുന്നതാണ്. അതിന് നമ്മൾ പറയും അദബാണ്, സുന്നത്തല്ല, അദബാണ്. അല്ല സുന്നത്താണ് ഇങ്ങനെ നീട്ടി കഴുകണതിൻ്റെ ഒരു ഭാഗമായ സുന്നത്ത്. അപ്പോൾ സുന്നത്താണെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ വെള്ളം എടുക്കാം, അങ്ങനെ ഒരു സുന്നത്തുണ്ട് എന്ന് പറഞ്ഞാൽ. അദബാണെന്ന് അറിഞ്ഞാൽ പുതിയ വെള്ളം എടുക്കാൻ പറ്റില്ല. അപ്പോൾ മുഖം കഴുകിയതിൻ്റെ വെള്ളം, അല്ല തല തടവിയതിൻ്റെ വെള്ളം, അങ്ങനെ. ചില ആൾ എല്ലാം 3 പ്രാവശ്യം കഴുകും, പക്ഷെ തല ഫുള്ളായി തടവിയിട്ട് ഇങ്ങനെ ഒറ്റ പ്രാവശ്യം. അത് ഹനഫികളാണ്. കാരണം അവർ പറഞ്ഞ് അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ തടവൽ 3 വട്ടാക്കിയാൽ കഴുകലായില്ലേ. തടവ എന്ന് പറഞ്ഞത് 3 വട്ടം, തടവ 1 വട്ടം, തടവ 2-ാം വട്ടം, തടവ 3-ാം വട്ടം. ആ വെള്ളം കൂടിയാൽ കഴുകലായില്ലല്ലോ. കഴുകണം എന്നുണ്ടെങ്കിൽ കഴുക 1 വട്ടം, കഴുക 2 വട്ടം, കഴുക 3 വട്ടം അല്ലേ. മനസ്സിലായേ? അവരുടെ അഭിപ്രായം അങ്ങനെയാണ്. അതുകൊണ്ട് തല ഒറ്റ വട്ടം കഴുകുള്ളൂ, അല്ല തടവുള്ളൂ. കാരണം അവർ പറഞ്ഞ് വെള്ളം കൂടി കഴിഞ്ഞാൽ എന്തായി, കഴുകലായില്ലേ എന്ന് പറഞ്ഞ് അങ്ങനെയല്ല പരിഗണി. നമ്മളെടുത്ത് അങ്ങനെയല്ല പരിഗണിക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ثم اغسل رجلك اليمنى ثم اليسرى مع الكعبين. വലത്തത് കഴുകുക 3 വട്ടം, എടുത്ത് കഴുകുക 3 വട്ടം. കഅബൈന് ഇത് വഖല്ലിൽ ബിഖിൻസിറിൽ യുസ്ര. ഖിൻസിർ എന്ന് പറഞ്ഞാൽ ഈ വിരൽ, എടുത്ത കയ്യിൻ്റെ ഈ വിരൽ കൊണ്ട്. അസാബിഅ റിജ്ലകൽ യുംന, വലത്ത കാലിൻ്റെ വിരലുകൾ. മുബ്തദിഅൻ മിൻ ഖിൻസിരിഹാ, എടുത്ത വലത്ത കാലിൻ്റെ ഈ വിരൽ മുതൽ തുടങ്ങാം. ഹത്താ തഖ്തിമൽ യുസ്ര, എടുത്ത കാലിൻ്റെ ഈ വിരൽ വരെ ഇതാക്കാം. വതുദ്ഖിലൽ ഇസ്ബിഅ മിൻ അസ്ഫൽ, താഴെന്നാണ് വിരലിടേണ്ടത്. അത് ഹദീസിൽ വന്നിട്ടുള്ള സുന്നത്താണ്. ഹദീസിൽ വന്നിട്ടുള്ള സുന്നത്താണ്. അതും ഹദീസിൽ വന്നിട്ട് താഴെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. എടുത്ത വിരലുകൊണ്ട് ഇതാ ഇങ്ങനെ ആക്കാം, ഇങ്ങനെ കയറ്റ, ഇങ്ങനെ കയറ്റ, ഇങ്ങനെ കയറ്റ, ഇങ്ങനെ കയറ്റ. എന്നിട്ട് മറ്റേ വിരൽ ഇങ്ങനെ കയറ്റ, ഇങ്ങനെ കയറ്റ, ഇങ്ങനെ കയറ്റ, ഇങ്ങനെ കയറ്റ. അപ്പോൾ ഇതുവരെ മോളിൽ നിന്നല്ല, താഴെന്ന്, താഴെന്ന്. മനസ്സിലായ? വലത്ത കാലിൽ തുടങ്ങി എടുത്ത കാലിലേക്ക്, അതങ്ങനെ താഴെന്നാണ്, മോളിൽ നിന്നല്ല. സുന്നത്ത്. വഖുൽ, ഇതൊക്കെ സുന്നത്ത് എന്ന് പറയുമ്പോൾ പ്രവർത്തിക്കാനുള്ള സുന്നത്താണ്. സുന്നത്ത് എന്ന് പറഞ്ഞ് വിടാനുള്ളതല്ല. സുന്നത്ത് പ്രവർത്തിക്കാനുള്ളതാണ്, വിടാനുള്ളതല്ല. സുന്നത്തൊക്കെ പഠിക്കണം. എന്തിന്? പ്രവർത്തിക്കാനായിട്ട് പഠിക്കണം. നമ്മളെന്ത് ചെയ്യുക, ഒന്നൊന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ, പടിപ്പടിയായി. നമുക്ക് അടുത്ത ആഴ്ച വരെ സമയമുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, പടിപ്പടി. ഒരു ദിവസം ഞാൻ ഉറപ്പിക്കുകയാണ്, ഇതെല്ലാതും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുന്നു, ഒരു സമയം ചിലപ്പോൾ എനിക്ക് ഇന്ന് ജോലി അങ്ങനെയല്ല, അപ്പോൾ എനിക്ക് ഇന്ന് ഊഹറിന് ഉറപ്പായിട്ടും പൂർണ്ണമായി ചെയ്യാൻ പറ്റും. പക്ഷെ ബാക്കിയുള്ളത് ഓർമ്മ ഉണ്ടാവില്ല, നാളെ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാൻ പറയാം, നാളെ ഞാൻ എന്ത് ചെയ്യുന്നു, മൊത്തമായി മുഖം കൈയും ഉറപ്പായിട്ട് അതിൻ്റെ എല്ലാ സുന്നത്തും കൊടുക്കുന്നു. അതായത് മുഖം കൈ വരെ ഉള്ളത്. പിറ്റേന്ന് അതിനൊപ്പം കൂട്ടി വന്ന് പതിവാക്കാം.
അത് ദിക്ർ കാണാണ്ട് പഠിക്കാനും ശീലമാവാനും സമയം വേണമല്ലോ. ഒരുമിച്ചെടുത്ത് കഴിഞ്ഞാൽ കാണാണ്ട് പഠിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷെ ഈ അള്ളാഹുൽ വുളൂവിൻ്റെ ദിക്ർ സുന്നത്ത് വരുന്നില്ല. എന്താണ്, പക്ഷെ അവിടെ വേറൊരു ഹദീസിൻ്റെ സുന്നത്തുണ്ട്. മുഖം കഴുകണതും എല്ലാ അവയവവും കഴുകുമ്പോൾ ഒരു ദിക്ർ പറയൽ സുന്നത്ത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ആ അവയവങ്ങൾ കഴുകുമ്പോൾ പറയൽ സുന്നത്താണ്. മനസ്സിലായ? അപ്പോൾ ഈ ദിക്ർ പറയണോടത്തൊക്കെ അത്, പക്ഷെ അവയവം കഴുകണതിന് മുമ്പാണ് അത് വരുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി. അതന്നെ കഴുകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ اللهم ثبت قدمي على الصراط يوم تزل الأقدام في النار. അള്ളാഹുവേ എൻ്റെ കാല് ഉറപ്പിക്കണേ, സിറാത്തിൽ എൻ്റെ കാല് ഉറപ്പിക്കണേ. കാലുകളൊക്കെ നരകത്തിൽ തെന്നി വീകുന്ന അവസ്ഥയിൽ എൻ്റെ കാല് സിറാത്തി പാലത്തിൽ ഉറപ്പിക്കണേ റബ്ബേ. വകദാലിക തഗ്സിലുൽ യുസ്റാ, എടുത്ത കാല് കഴുകുക. എന്നിട്ട് എടുത്ത കാല് കഴുകുമ്പോൾ എങ്ങനെ പറയാ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ തസില്ല ഖദമി അല സിറാത്തി യൗമ തസില്ലു അഖ്ദാമുൽ മുനാഫിഖീൻ. മുനാഫിഖീങ്ങളെ കാല് പതരുമ്പോൾ, മുനാഫിഖീങ്ങളെ കാലുകൾ തെറ്റി നരകത്തിൽ വീകുമ്പോൾ ഞങ്ങളെ കാലൊന്നും എന്ത് ചെയ്യല്ലേ റബ്ബേ, സിറാത്തിൽ നിന്ന് തെന്നിപ്പിക്കല്ലേ റബ്ബേ എന്ന് പറയാം എടുത്ത കാല് കഴുകുമ്പോൾ. എന്ന് പറഞ്ഞു വർഫഇൽ മാഅ ഇല അൻസാഫിസ് സാഖൈൻ, കാലിൻ്റെ എന്താണ് നടുക്കൽ വരെ കയറ്റാം. വറാഇ തക്രാർ സലാസൻ, റിപ്പീറ്റ് 3 ആക്കണം. ഫി ജമീഇ അഫ്ആലിക്, എല്ലാ പ്രവൃത്തിയിലും 3. ഏതുവരെ? ദുആയിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി അഊദു ബിക മിൻ, അതും 3 വട്ടം. മനസ്സിലായ? അതൊക്കെ 3 അവയവത്തിൻ്റെ ശതമാണോ? അതൊന്നാണ്. فإذا فرغت من الوضوء, വുളൂഇന്ന് അവസാനിച്ചാൽ ഫഖുൽ പറയുക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത أشهد أن لا إله إلا أنت عملت سوءا وظلمت نفسي وأستغفرك وأتوب إليك فاغفر لي وتب علي إنك أنت التواب الرحيم. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين واجعلني صبورا شكورا واجعلني أذكرك ذكرا كثيرا وأسبحك بكرة وأصيلا. فمن قرأ هذه الدعوات في وضوئه خرجت جميع خطاياه من أعضائه وختم على وضوئه بخاتم ورفع له تحت العرش فلا يزال يسبح الله تعالى ويقدسه ويكتب له ثواب ذلك إلى يوم القيامة. ഇവിടെ പറഞ്ഞ് ഈ ദുആകൾ ചൊല്ലിക്കഴിഞ്ഞാൽ കുറ്റങ്ങളിൽ നിന്ന്, അവയവങ്ങളെ കുറ്റങ്ങളിൽ നിന്നൊക്കെ ഒഴിവാവും. എന്നിട്ട് വുളൂ എന്ത് ചെയ്യും? സീലടിക്കപ്പെട്ടൊരു ഇതാക്കിയിട്ട് അർഷിൻ്റെ കീഴിൽ അത് സൂക്ഷിക്കപ്പെടും. അത് ഇങ്ങനെ അള്ളാഹിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും ഖിയാമത്ത് നാൾ വരെ. ഈ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അള്ളാഹിൻ്റെ വുളൂഇൻ്റെത് സ്ഥിരപ്പെട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഈ ഫൈദ ഫറഗത മുതൽ അടുത്ത ദർസിൽ വ്യക്തമായി നമുക്ക് എടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ, ആമീൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? മുനാസിബുല്ലിൽ ഹാല എന്നുള്ള രീതിക്ക് എന്താണ് എടുക്ക് എന്ന് പറഞ്ഞാൽ ഒരു വട്ടോ അല്ലെങ്കിൽ 2 വട്ടോ എടുക്ക് ഈ ദുആഉൽ അഅ്ളാ കൊണ്ട് പ്രവർത്തിക്കാം. സുന്നത്ത് എന്നുള്ള നിയത്തിലല്ല.